യോഹന്നാന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം? അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. മതം മാറ്റുന്ന ഇടപാടല്ല. ആമേൻ. ഈ സുവിശേഷം കേട്ട് മനം മാറുക, അതാണ് പ്രധാനമായ കാര്യം. ആളും ബഹളവും, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളവും വെപ്പറാളവും അല്ല സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിൻ്റെ, ഒരു സംഘടനയുടെ, ഒരു സമൂഹത്തിൻ്റെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ അറിയുകയും ആരാധിക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും സേവിക്കുകയും അനുഗമിക്കുകയും അനുധാവനം ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുക. അതുപോലെ യോഗ്യനാണ് യേശു ക്രിസ്തു. അപ്പോൾ ആ സുവിശേഷം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നസറയനാകുന്ന യേശു ക്രിസ്തു, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഈ സുവിശേഷത്തെ എവിടെ ഉയർത്തിയിട്ടുണ്ടോ അവിടെല്ലാം അനുഗ്രഹവും നന്മകളും ഉണ്ടായിട്ടുണ്ട്. വിശേഷിച്ച് ഈ സ്ഥലം തന്നവർക്കും കർത്താവിൻ്റെ ദാസൻ പാർക്കുവാനായിട്ട് ഭവനം കൊടുത്ത പ്രിയപ്പെട്ടവർക്കും ഈ ദിവസങ്ങളിലെ ഈ സാധാരണ നമ്മുടെ യോഗങ്ങളൊക്കെ അല്പം ശബ്ദമൊക്കെ കൂടും. ഇപ്പം നമ്മുടേത് മാത്രം, നമ്മുടേതിനധികം ശബ്ദമില്ല, അതെ, വലിയ ശബ്ദമില്ല. ഇതൊക്കെ ഇപ്പം വേറെ സ്ഥലങ്ങളില്ല. എന്നാലും ഇതെല്ലാം സഹിച്ച് ഈ ദേശത്തുള്ളവരും ചുറ്റുപാടുള്ളവരും സഹകരിക്കുന്നു. അവരെയും ദൈവം ഈ ദിവസങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനായിട്ടും ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. സുവിശേഷം ആര് ഉയർത്തിയിട്ടുണ്ടോ അവരെ, അവരുടെ സന്തതിയെയും ദൈവം ഉയർത്തിയിട്ടുണ്ട്. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നെങ്കിൽ ആ വ്യക്തി അനുഗ്രഹവും നന്മയും പ്രാപിച്ചു. സുവിശേഷം ഒരു ഭവനത്തിൽ വന്നെങ്കിൽ ആ ഭവനത്തിൻ്റെ മട്ടും സ്ഥിതിക്കും ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട്. സുവിശേഷം ഒരു ദേശത്ത് ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിൻ്റെ മുഖച്ഛായയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ചെന്ന രാജ്യങ്ങളുടെ രാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ദിവസങ്ങളിൽ ഇവിടെ ഉയർത്തപ്പെട്ട ഈ സുവിശേഷം മുഖാന്തരം ഈ ദേശം, ഇവിടെ പാർക്കുന്നവർ, ദേശനിവാസികളെ ദൈവം അനുഗ്രഹിക്കും. അതിന് രണ്ട് തർക്കമൊന്നുമില്ല. ആ സുവിശേഷത്തെ സ്നേഹിച്ച് ഇന്ന് രാത്രി ഇവിടെ ഓടിക്കൂടിയിരിക്കുന്ന, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കും എന്നുള്ളതിന് തർക്കമില്ല. ആ സുവിശേഷത്തെ സ്നേഹിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം വീണ്ടും കൃപ നൽകട്ടെ. അപ്പോൾ സുവിശേഷം അത് യേശുക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെയാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന് മഹത്വം. ഓർപ്പിച്ചല്ലോ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിൻ്റെ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, ദൈവമക്കൾക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന് പല വിശേഷതയുണ്ട്. ക്രിസ്തുയേശുവിൻ്റെ ജനനം, അവിടുത്തെ പരീക്ഷ, അവിടുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച വിഷയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറ്റ് മൂന്ന് സുവിശേഷകന്മാരും ക്രിസ്തുയേശുവിൻ്റെ ജനനം അല്ലെങ്കിൽ തിരുപ്പിറവി, അവിടുത്തെ ഉപവാസം, സ്നാനം, അതുപോലെ തന്നെ പരീക്ഷ, ഇതൊക്കെ മറ്റ് മൂന്ന് പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ ഈ വിഷയങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഏതാ? ജനനം, പരീക്ഷ, സ്നാനം, ഉപവാസം. അതൊക്കെ മാനുഷിക നിലയിലുള്ള വിഷയമാണ്. യോഹന്നാൻ അത് എഴുതാത്തത് എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. അപ്പം അതുകൊണ്ടാണ് യോഹന്നാൻ ആ ഭാഗത്തിലേക്കൊന്നും കൈവെക്കാത്തത്. ദൈവത്തിൻ്റെ മഹത്വം. യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ്. കർത്താവിൻ്റെ മഹത്വം. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ വേറൊരു വിശേഷത, യേശു ക്രിസ്തുവിനെ പല നിലകളിൽ ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ആമൻ സ്തോത്രം, രക്ഷകൻ, ആമൻ ജീവൻ്റെ അപ്പം, ആമൻ വാതില്, വഴി, ഇങ്ങനെയുള്ള ചില ഭാഷാപ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആ ദൈവദത്തമായ കാര്യങ്ങൾ, ദൈവപ്രവർത്തികളാണ് ഓരോ അധ്യായത്തിലും. അവിടുന്ന് അത്ഭുതം കണ്ട ദൈവമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു അനവധി നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. ആ അത്ഭുതങ്ങളെല്ലാം കൂടി എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ലെന്ന 21-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21-ാം അധ്യായത്തിൻ്റെ 25. ദൈവമക്കൾക്കെല്ലാം ഈ വാക്യങ്ങൾ തിട്ടമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഇത് പൊതുവിൽ വായിക്കുന്നതും ഇത് കേൾപ്പിക്കുന്നതും. വായിച്ചാട്ടെ 21-ന്റെ 25. യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ചെയ്ത അനേക അത്ഭുതങ്ങളുണ്ട്. 1-2 രോഗിയെ സൗഖ്യമാക്കി വെച്ച് പിന്നെ യേശുവും രോഗിയായി പോവുമല്ലായിരുന്നു.
ഒന്ന് രണ്ട് പേർക്ക് ആശ്വാസവും വിടുതലും കൊടുത്തിട്ട് പരിവക്കേട് പിടിച്ചു പോയ ആളല്ല യേശു. നിരവധി ആൾക്കാർക്ക് യേശു സൗഖ്യം കൊടുത്തു. എല്ലാം കൂടെ എഴുതാൻ ഒക്കത്തില്ല. അവൻ അവിടെ വായിക്കുന്നത് യേശു ചെയ്ത മറ്റ് അനേക സംഭവങ്ങൾ പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ, അത് ഓരോന്നായിട്ട് അങ്ങോട്ട് എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ പോലും ഒതുങ്ങുകയില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു നിരവധി അനവധി അത്ഭുതങ്ങൾ ചെയ്തു. യേശുവിന്റെ അടുക്കൽ വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. നന്ദി കെട്ടവർക്കൂടെ നന്മ ചെയ്തവനായ യേശു. പ്രൈസ് ദി ലോർഡ്. 10 കുഷ്ഠരോഗി വന്ന് കർത്താവ് സർവജ്ഞാനി അറിയാം, 9 നന്ദിയില്ല. പക്ഷെ അവിടുത്തെ വിശേഷത, നന്ദിയില്ലാത്തവർക്കൂടെ യേശു നന്മ ചെയ്തു. അതായിരിക്കണം നമ്മുടെ ജീവിതവും. നമ്മളോട് നന്ദികേട് കാണിക്കുന്നവരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്, അധിക്ഷേപിക്കുന്നവരുണ്ട്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാര വെക്കുന്നവരുണ്ട്, ടോർപ്പിടോക്കാരുണ്ട്. പക്ഷേ നമുക്ക് പ്രമാണം എന്നാണെന്നറിയാമോ? അവരെ കാണുമ്പം കയ്യും കൊടുക്കണം, ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യണം. ഒക്കുന്നെങ്കിൽ ഒരു നന്മ ചെയ്തേക്കണം, സാഹചര്യം ഉണ്ടെങ്കിൽ. മിണ്ടുന്നില്ല ആരും. സ്തോത്രം. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അതിന് പ്രാഗൽഭ്യം ഉണ്ട്, അതുകൊണ്ടാണ്. സ്തോത്രം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാണുമ്പം കയ്യും കൊടുത്തേക്കണം. എന്തുകൊണ്ട് വിശേഷം? നല്ല മനസ്സോടെ ചോദിക്കുകയും ചെയ്യണം. ദോഷമൊന്നും ഒപ്പിക്കരുത്, നമുക്കൊരു ദോഷവും വരികയില്ല. അതാ യേശു പഠിപ്പിച്ച മാർഗം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം. ഈ വശത്തടിച്ചാൽ ഈ വശവും കൂടെ കാണിച്ചു കൊടുക്കണം. ഉടുപ്പ് ചോദിക്കുന്നവന് പുതപ്പൂടെ കൊടുത്തേക്കണം. 1 നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക നടക്കണം. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം. ഒന്നും പറഞ്ഞിട്ട് ആർക്കും സന്തോഷവുമില്ല, ആരും ഇളകുന്നുമില്ല. വേണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ 9 വരെ പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാണ് യേശുവിൻ്റെ മാതൃക. കർത്താവിൻ്റെ ഒരു വിശേഷത, കർത്താവ് നല്ല രീതിയിൽ ഇടപെട്ടത്. നിങ്ങൾക്ക് വചനം പഠിക്കുന്നവർക്കറിയാം, നമ്മുടെ കർത്താവ് അന്ത്യത്താൻ കഴിഞ്ഞ് പ്രാർത്ഥിപ്പാൻ കിദ്രോത്തോട്ട് കിടന്ന് ഒലിവുമലയിൽ ചെന്ന് ശിഷ്യവൃന്ദങ്ങളുമായിട്ടിരുന്ന് ആ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അപ്പോൾ വേറിട്ട് മാറി പ്രാർത്ഥിക്കുക. മരണവേദനയാൽ, അതിദുഃഖത്താൽ, അതിവേദനയാൽ യേശു പ്രാർത്ഥിക്കുക. അവിടുത്തെ വിയർപ്പ് തുള്ളി രക്തത്തുള്ളിയായിട്ട് നിലത്ത് വീണു. മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് കഷ്ടാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ഇതെല്ലാം കൂടെ മുൻപിൽ കണ്ട് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു. അതിവേദനയാ, മനോവേദനയാ. ഈ സന്ദർഭത്തിലാണ് യൂദയുടെ ഒറ്റിക്കൊടുപ്പനാൽ വാളും വടിയും തീപട്ടിയും പന്തങ്ങളുമായി ഒരു കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ, ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പിടികൂടാൻ വരുന്നത് പോലെ അവര് രാത്രിയിൽ കയറി വരികയാ. അങ്ങനെ കയറി വന്ന് യേശുവിനെ പിടിച്ചു കെട്ടി. അപ്പോൾ അങ്ങനെ പിടിക്കാൻ വന്നപ്പോൾ കൂടെയുള്ള ഒരാള് വാളെടുത്ത് വന്നവന്റെ മഹാപുരോഹിതന്റെ ദാസന്റെ പെടലിക്കാ വെട്ടിയത്. പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെ ഇരിക്കുക. സ്തോത്രം. വെള്ളിക്ക് വെട്ടിയത് ഉന്നം തെറ്റി, അല്ല തെറ്റിയത് നന്നായി. പണ്ട് സന്ധ്യാനാമം ജപിക്കുമ്പോൾ ഉണ്ടായിരുന്നു, ശൂർപ്പണാക തന്നുടേയ കർണനാസികാകുജം. അപ്പം ശൂർപ്പണകയെ പണ്ട് ഒരു വെട്ടി. അത് അറിയാവുന്നവർക്കറിയാം. അത് ശൂർപ്പണക തന്നുടേയ കർണനാസികാകുജം. ഇത് മുഴുവൻ വെട്ടി തകർത്തു. അതുപോട്ടെ, നമ്മുടെ വിഷയമല്ല, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ശനി നോക്കുന്ന അത് തന്നെ എന്തുവാ സംഭവിച്ചത്, അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു തരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ ശിഷ്യന്മാരിൽ ഒരാള് ആ മഹാപുരോഹിതന്റെ ദാസനിട്ട് വെട്ടി, ചെവി താഴെ പോയി. ഇതുപോലൊരു സംഭവം പണ്ട് നടന്നതാ കേരളത്തില്. CP കിട്ടൊരു വെട്ട്. ജോഡി, നിങ്ങൾ കേരളത്തിലൊന്നും അല്ലേ? പിന്നെ നല്ല നീണ്ട മൂക്കായിരുന്നു. സ്തോത്രം. കറണ്ട് പോയപ്പോഴാ പിന്നെ ആ പോക്ക് പുള്ളി അങ്ങ് പോകുമായിരുന്നു. ആട്ടെ, അത് വേറൊരു വിഷയം. പുള്ളി പണ്ട് തിരുവല്ലായി വന്ന് പറഞ്ഞെന്നാ പറഞ്ഞത്, 2 CP വേണ്ടാന്ന്. 2 CP തിരുവല്ലായി വേണ്ട. കാരണം CP മാത്രമുണ്ട് അവർ ചാലക്കുടി. അപ്പം പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. പുള്ളിയെ എന്ന് ദിവാനല്ലേ, അങ്ങോട്ട് വിളിച്ചപ്പം അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ നോട്ടാ 100 രൂപയുടെ നോട്ടുമാല 2 വശത്തും. പുള്ളി നോക്കിയപ്പോൾ ഇവിടെ നോട്ടുമാല ഇട്ടാ സ്വീകരിക്കുന്നത്. പുള്ളി അവിടെ പോയിച്ചൊരു ചെറിയ പ്രയോഗം നടത്തി.
ബാങ്കിലുള്ളവരെല്ലാം വിളിച്ചു പറഞ്ഞ് രാത്രി വിഡ്രോ ചെയ്തേക്കാൻ. മുഴുവൻ എണ്ണം കൂടെ വിഡ്രോ ചെയ്ത് ബാങ്ക് പൂട്ടി, കാര്യമില്ലായിരുന്നു. എൻ്റെ പുള്ളി പറഞ്ഞത് കേരളത്തിൽ 2 CP വേണ്ടാന്ന്. CP മാത്രം വേണ്ട, CP രാമസ്വാമി അയ്യരും വേണ്ട, 1 CP മതി. അതാ പുള്ളിക്കൊട്ടൊരു വെട്ട്. അവിടെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ ശിഷ്യൻ ഈ മഹാപുരോഹിതന്റെ ദാസനിട്ട് വെട്ടി കാത് താഴെ വീണു. ശത്രുവായി വന്നത്, പിടിക്കാൻ വന്നതാ, ഉപദ്രവിക്കാൻ വന്നതാ യേശുവിനെ. പക്ഷെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ കാതറുത്ത് താഴെ കിട്ടും. യേശുവിൻ്റെ വിശേഷത ആ കാതെടുത്ത് ശത്രുവാ എന്നാലും എൻ്റെ ഭാഷ പറഞ്ഞ് ഫിറ്റ് ചെയ്തു, അവൻ്റെ വേദന ശമിപ്പിച്ചു. അതാ യേശു. യേശുക്രിസ്തു ഉള്ളവെല്ലാം നൊന്ത് വരുവാനുള്ള പങ്കപ്പാടുകളും പീഡകളിൽ കൂടെ പോകാൻ പോവുക, അതിവേദനയോടെ നിൽക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടുന്ന് അതിവേദനയോടെ നിൽക്കുമ്പോഴും ശത്രുവിൻ്റെ വേദനയ്ക്ക് ശമനം വരുത്തിയവനാ ക്രിസ്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നിങ്ങൾക്ക് കഷ്ടങ്ങൾ കാണും, രോഗങ്ങൾ കാണും, മനോവേദന കാണും, ബുദ്ധിമുട്ട് കാണും, പലവിധ പ്രശ്നങ്ങളിൽ കൂടാ നിങ്ങൾ പോകുന്നത്. പക്ഷേ അതിൻ്റെ നടുവിലും മറ്റൊരുത്തൻ്റെ വേദനയും ദുഃഖവും കേൾക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒക്കുന്നെങ്കിൽ അവന് ശമനം വരുത്തുന്ന ശുശ്രൂഷ. നമ്മൾ വേദനപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ വേദനയായിട്ട് വരിക, എൻ്റെ അമ്മാമ്മ എനിക്ക് ഭയങ്കര, പിന്നെ ഞാൻ വേദനപ്പെട്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കി വെച്ച് ഞാൻ അങ്ങോട്ട് വരാൻ പ്രാർത്ഥിക്കാൻ. അല്ലല്ല, നമ്മൾ വേദനപ്പെട്ടിരിക്കുമ്പോഴും മറ്റൊരുത്തനെ ആശ്വസിപ്പിക്കുവാനും അവൻ്റെ വേദനയ്ക്ക് ശമനം നമ്മളിൽ കൂടി വരുന്നുണ്ടെങ്കിൽ അതാ ഏറ്റവും വലിയ ശുശ്രൂഷ. ഈ ശുശ്രൂഷ അതിന് വിടയാകട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ആ ശത്രുവിന് വേദന ശമിപ്പിച്ചു. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഒരു വിശേഷത പത്രോസ് ഒരു പ്രയോഗം പറഞ്ഞു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചിട്ടില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ, തന്നെ കഷ്ടപ്പെടുത്തി ആരെയും യേശു ഭീഷണിപ്പെടുത്തിയില്ല. ദാക്ഷിണ്യം കൂടാതെ റോമൻ പടയാളികൾ യാതൊരു മടിയും കൂടാതെ ചാട്ടമാറുകൊണ്ട് കുനിയപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ മുതുകത്ത് അടിച്ച് ചാട്ടമലിക്കുമ്പോൾ മാംസം, പച്ച മാംസം ആ ശരീരത്തിൽ നിന്ന് പറഞ്ഞ് ഇറുന്നു മാറുക. ഓരോ അടിക്കും വലിക്കുമ്പം മാംസം പറഞ്ഞ്, പച്ച മാംസമല്ലേ, പറഞ്ഞു വരിക. ആ മുൾക്കുളത്ത് ചെന്ന് ആഴത്തിൽ കൊണ്ട് വലിക്കുക. ഇങ്ങനെ പറഞ്ഞ് ഇറുന്ന് മാറി പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ പാടി നമുക്കറിയാം, അവിടുത്തെ മുതുക ഉടവജാല് പോലെ നീളത്തെ കീറി. അന്നാരും അടിക്കുക ദാക്ഷിണ്യം കൂടാതെ, കരുണയില്ലാതെ. അങ്ങനെ അടിക്കുമ്പോഴും തന്നെ അടിച്ച ആരും യേശു ഭീഷണിപ്പെടുത്തിയില്ല. അതാ സുവിശേഷം. നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട്. ഇവിടെയുള്ള മനുഷ്യർ നല്ലവരായതുകൊണ്ട് ഇങ്ങനെ സാവകാശമൊക്കെ ഒരുക്കി തന്നു. ചിലയിടങ്ങളിൽ ചിലർ ഉപദ്രവിക്കും, ആക്ഷേപിക്കും, ബൈബിള് തട്ടിക്കളയും, ചിലർ കത്തിക്കും, സുവിശേഷം പറയുന്നവരെ ഉപദ്രവിക്കും. നമ്മുടെ മാർഗം തിരിച്ചടിക്കുന്നതല്ല. സ്തോത്രം. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ തന്നെ ഉപദ്രവിച്ച്, പീഡിപ്പിച്ച്, അടിച്ച്, കണ്ണ് മൂടിക്കെട്ടി, കന്നത്തടിച്ച്, മുഖത്ത് കാർക്കിച്ച്, തുപ്പി, ആക്ഷേപിച്ചു. ഇങ്ങനെ സുവിശേഷത്തിൽ വായിക്കുന്നത് പരിഹസിച്ച് തീർന്ന ശേഷം ഇതെല്ലാം ചെയ്തിട്ടും തന്നെ പരിഹസിച്ച്, ആക്ഷേപിച്ച്, ഉപദ്രവിച്ച് ആരെ യേശു ഭീഷണിപ്പെടുത്തിയില്ല. അവിടുത്തെ ദിവ്യ സ്വഭാവത്തിൻ്റെ വിശേഷത, അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തു. ഉയർത്തിട്ട് പോലും തന്നെ ഉപദ്രവിച്ച് ആരുടെ മുന്നിൽ യേശു ചെന്നില്ല. കാരണം അങ്ങനെ ചെന്നാൽ അവർ പേടിക്കും. യേശുവിനെ അടിച്ച റോമൻ പടയാളിയുടെ മുമ്പിൽ യേശു 3-ും ചെന്ന് ഉയർത്ത് ആ റോമൻ പടയാളിയുടെ മുൻപിൽ ചെന്നാൽ അവൻ വെപ്രാളം ഉണ്ടാകും. ഇനി എന്തുവാ സംഭവിക്കാൻ പോകും? നമ്മൾ 4-ാം നാളിൽ തല്ലി പരുവക്കേടാക്കിയ പുള്ളിയാ ഉയർത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്. അവന് വെപ്രാളം ഉണ്ടാകും. അങ്ങനെ പോലും യേശു എന്ന് വെപ്രാളപ്പെടുത്തിയില്ല, ഭീഷണിപ്പെടുത്തിയില്ല. ആദ്യം മറിയയ്ക്കാ പ്രത്യക്ഷപ്പെട്ട്, പിന്നെ കേബാവിന്, പിന്നെ 12 പിന്നെ 11 പിന്നെ മുറി അടച്ചിട്ടപ്പം, പിന്നെ എമ്മോസിപ്പോർക്ക്, പിന്നെ കടൽക്കര വെച്ച്, പിന്നെ ശിഷ്യന്മാർക്ക്, പിന്നെ വേറെ 500-ലധികം പേർക്ക്. പൗലോസ് പറഞ്ഞ ഒടുവിൽ അകാലം പറഞ്ഞ പോലുള്ള എനിക്കും. എന്നിട്ടും അടിച്ച്, ഉപദ്രവിച്ച്, ആക്ഷേപിച്ച്, പരിഹസിച്ച്, തുപ്പി, തല്ലിയ ആരുടെ മുന്നിൽ യേശു ചെന്നില്ല. ചെന്നാൽ അവർ പേടിക്കും. അതുകൊണ്ടാണ് ചെല്ലാഞ്ഞ്. ഞാനോ നിങ്ങളാന്ന് ഉയർത്തെടുന്നിട്ട് ആദ്യം ചെല്ലുന്നത് കറുത്ത ഗ്ലാസ് ഇട്ട കാറിൽ ഹെരോദാവിൻ്റെ പാലസിൻ്റെ വാതിക്കെ. അവനാന്നല്ലോ എഴുതി കൊടുത്തത് ക്രൂശിച്ചേക്കാൻ. നമ്മൾ ആ കാറിൽ അവൻ്റെ കൊട്ടാരത്തിൻ്റെ സൈഡിൽ ചെന്നിങ്ങനെ ഹോൺ അടിച്ച് വെച്ചാൽ അവിടെ പമ്മി കിടക്കും. ഇടയ്ക്കിടയ്ക്ക് നോക്കും, കരാതാവും മട്ടുപ്പാവിലും എല്ലാം വന്ന്
സൂക്ഷിച്ച് അങ്ങനെ വന്നിരിക്കുമ്പോൾ ഒന്നുകൂടെ ഓണടിച്ചു. അപ്പോൾ കരോധ നമ്മളെ കണ്ട് അയാൾ താഴെ വീണ് യാകുകയും ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ പോലും യേശു ചെന്ന് ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. അതാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ഇന്ന് രാത്രിയിൽ എല്ലാവരുടെ ഉള്ളത്തിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. അതാ സുവിശേഷം. അപ്പോൾ യേശു ക്രിസ്തു നന്ദി കെട്ടവർക്കൂടെ നന്മ ചെയ്തവനാ ആമേൻ കർത്താവാകുന്ന ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് നിരവധി അത്ഭുതങ്ങൾ യേശു ചെയ്തു. വന്ന രോഗികളെല്ലാം യേശു സൗഖ്യമാക്കി. അവൻ നാനാ വ്യാധികളാലും ബാധകളാലും വളഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ദീനക്കാർ, മുടന്തർ എന്ന് വേണ്ട, അവിടുത്തെ അടുക്കൽ വന്ന് ആരും നിരാശയോടെ വിട്ടിട്ടില്ല. അവർക്കെല്ലാം നന്മ ചെയ്തവൻ, വിടുതൽ ചെയ്തവനാ യേശു. ഇന്ന് രാത്രിയിലും നിനക്ക് നന്മ ചെയ്യുവാൻ, നിന്റെ കുടുംബത്തിന് നന്മ ചെയ്യുവാൻ, നിന്നെ വിടുവിക്കുവാൻ മതിയായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി കെട്ടായി നാരക അഗ്നിയിൽ നിന്നും നന്ദി കെട്ടായി നാരക അഗ്നിയിൽ നിന്നും തിരുവൾ പുരുതി ചിന്തി നിന്നല്ലോ മന്നവതിരുപൻ കൂതി ചിന്തി നിന്നല്ലോ മനസ്സോടെ ശാപമരത്തിൽ ഊതിയ മനു വേല ദൈവജ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാണ് യേശു ക്രിസ്തു. നമ്മളൊരു ധാരണ വരണേ. ഇങ്ങനെയുള്ള പാട്ട് പാടുമ്പോൾ ഒത്തിരി സ്പീഡ് വേണ്ട. അതിന് ഓരോന്നിന് പുസ്തകത്തിൽ വാക്യമുണ്ട്, ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. അപ്പം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കിതിൻ്റെ കണക്കൊന്നും അറിയാം, കണക്കറിയാൻ മേലാഞ്ഞത് ഗുണമായി. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അപ്പൊ നിരവധി അത്ഭുതം യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. എന്നാൽ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ചിലത് മാത്രമേ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. തെരഞ്ഞെടുത്ത ഏതാനും ചില അത്ഭുതങ്ങളാ ഈ പുസ്തകത്തിൽ കൊടുത്തത്. അതെന്താ? എല്ലാ അത്ഭുതങ്ങളും രേഖപ്പെടുത്താത്ത ചിലത് മാത്രം രേഖപ്പെടുത്തിയത്. അതെന്താണെന്ന് ണ്ട് 20-30 വായിച്ചോ മോനിസി പാസ്റ്ററെ. എല്ലാ അത്ഭുതങ്ങളും രേഖപ്പെടുത്താതെ തെരഞ്ഞെടുത്ത ഏതാനും ചില അത്ഭുതങ്ങൾ മാത്രം ഈ പുസ്തകത്തിൽ കൊടുക്കാനുള്ള കാരണം എന്നാന്ന് 20-30 വായിച്ചോ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ, അതെ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ. ഈ യോഹന്നാന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകത, അത്ഭുതത്തിന് പുള്ളി അടയാളം എന്നായി പറയുന്നത്. അത്ഭുതമാണ്. അല്ല, ഓരോ നാട്ടിൽ ഓരോ ഭാഷാശൈലി ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അപ്പൊ യോഹന്നാൻ അത്ഭുതമെന്ന് എഴുതിയിട്ടില്ല. അത്ഭുതത്തിന് പുള്ളി കൊടുത്തിരിക്കുന്ന പ്രയോഗം അടയാളം. അതുകൊണ്ട് അടയാളം. അതാ 2-ാം അധ്യായത്തിന്റെ 11 യേശു അടയാളങ്ങളുടെ ആരംഭമായി അടയാളമെന്ന അങ്ങനെ നല്ല ചില പ്രയോഗങ്ങളുണ്ട്. തന്നല്ലേ യോഹന്നാനെ പറ്റി പറയുന്നത്, യോഹന്നാൻ ഈ ആ സ്ഥലത്തുള്ള ആളാ. പല സ്ഥലങ്ങളുമൊക്കെ പുള്ളിക്ക് നല്ല തിട്ടമാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ എത്ര കൃത്യമായിട്ടാ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ശലോമോന്റെ മണ്ഡപം, സ്തോത്രം, അതിന് 5 മണ്ഡപം, അവിടെ ആൾ കൂടി വന്നു, ആ വെള്ളത്തിന്റെ കലക്കം, ടൈമിൽ ഒരാൾ ഇറങ്ങുന്നു. ഇതൊക്കെ പുള്ളി എല്ലാം കൃത്യം കണ്ടേച്ചായി എഴുതിയിരിക്കുന്നത്. അത്ര തിട്ടമാണ്. ആട്ടെ, ഭാഗം വിടുക. അപ്പൊ എന്തായാലും നിരവധി അത്ഭുതം യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ ഒതുങ്ങത്തില്ല. പിന്നെ തിരഞ്ഞെടുത്ത ഏതാനും ചില അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. എന്തിനാണെന്ന് 20-30 ഒന്നുകൂടെ വായിച്ചോ മോനിസ് പാസ്റ്ററെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. ആരും കാണാനൊന്നുമല്ല, ചെയ്ത അത്ഭുതമല്ല, എല്ലാവരും കാണുക. മുടന്തൻ എഴുന്നേറ്റ് നടക്കണമെന്ന് പറഞ്ഞു. അന്നേരം അവൻ നടന്നു, തുള്ളിച്ചാടി. ഇന്നത്തെ അത്ഭുതങ്ങളെല്ലാം സ്തോത്രം ആരും കാണാത്ത അത്ഭുതങ്ങളാ. വയറ്റിലൊരു മുഴ, ആര് കാണാന്? കൂടുതലും മുഴക്കാരാ. യേശു ചെയ്തത് എല്ലാവരും കാണുക.
ഒരു നാളെ ഞാൻ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ആടമൂടെ പുതച്ച്, ഞാൻ കുട്ടനാടൻ ഭാഷയെ പറയാം, ആടമൂടെ യേശു അങ്ങോട്ട് ചെന്ന് വണ്ടാനത്തോട്ട് കൊണ്ടുപോകുമല്ലായിരുന്നു. യേശു അങ്ങോട്ട് നിന്ന് പനി വിട്ടുപോയി. അന്നേരം ചാടി എഴുന്നിട്ട് തള്ള കാപ്പി ഇട്ട് കൊടുത്ത്. കാപ്പിന്ന് എഴുതിയിട്ടില്ല, ആശയവത ശുശ്രൂഷിച്ചെന്നാ. ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞ യേശു ഒരിക്കൽ തള്ള വെളിപ്പാട് പുസ്തകം പ്രസംഗിച്ചെന്നല്ല. അല്ല, ചിലർക്ക് അങ്ങനെ ഉണ്ട്. അന്നേരം അമ്മാമ്മ യേശു ഒരിക്കൽ കയറി ശുശ്രൂഷിച്ചു. യേശു അന്തം വിട്ടുപോയി അമ്മാമ്മയുടെ പ്രസംഗം കേട്ട്. അങ്ങനൊന്നുമല്ല. അമ്മ ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞാൽ സൽക്കാരാദികൾ ചെയ്തെന്നാ അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, അനേക അത്ഭുതങ്ങൾ എല്ലാവരും കാണുക ചെയ്തെന്നാ. വരണ്ട കൈയുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. വരണ്ട കൈ വരികയല്ല. യേശു പറഞ്ഞു കൈ നീട്ടണമെന്ന് പറഞ്ഞു. നമ്മളായിരുന്നു പറയാം നീട്ടാൻ മേലാത്തത് ആ സൂക്കേട്. യേശു പറഞ്ഞു കൈ നീട്ടാൻ പറഞ്ഞു. അവൻ നല്ല സ്റ്റഡിയായിട്ടാ പോയത്. പിന്നെ മരണ്ടല്ലിരുന്നത്. ഞാൻ പറയാറുണ്ട്, 4 പേര് പക്ഷപാതക്കാരന് 4 പേര് ചുമന്നുകൊണ്ട് വന്നു യേശു കബർന്നഭൂമി വന്നപ്പോൾ. 4 പേര്, ആ പക്ഷപാതക്കാരന് 4 പേരാ ചുമന്നുകൊണ്ട് വന്നത്. അവിടെ ഒരു പദമുണ്ട്, അവരുടെ വിശ്വാസം കണ്ടെന്ന. അങ്ങനല്ലയോ മോനിച്ചായ? അവരുടെ വിശ്വാസം. ആരുടെ? ആ, ഇപ്പൊ ഈ ചുമക്കുന്ന ഒരു വിശ്വാസവും ഇല്ല. ചുമക്കുമ്പോൾ ഞാൻ പറയാം നമ്മൾ വെറുതെ ചുമക്കുക. ഇനി ചുമക്ക ഏതായാലും ചുമക്കുന്നവന് വിശ്വാസമില്ലല്ലോ. ഇവർക്ക് 4 പേർക്കും വിശ്വാസം. അത് അവരുടെ വിശ്വാസം കണ്ടു. പക്ഷപാതക്കാരന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. അവരുടെ വിശ്വാസം. ഇവരെ പറ്റി ഇടയ്ക്ക് പറയാം. ഇവരെ പറ്റി വേദപഠിതാക്കൾ പറയുന്നത് ഇവർ 4 പേരും ഒരു കാലത്ത് യേശുവിൽ നിന്ന് വിടുതൽ കിട്ടിയവരാ. ഈ 4 പേര്. ഒരുത്തനെ പറ്റി പറയുന്നത് ഇവനിങ്ങനെ കണ്ണടച്ചും കണ്ണ് തുറന്നും അടച്ചും തുറച്ചും അടച്ചും തുറന്നും നടക്കുക. അടയ്ക്കുക തുറക്കുക, അടയ്ക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, അച്ഛൻ എന്തിനായി കൂടെ അടയ്ക്കുകയും തുറക്കുകയും പറഞ്ഞ് എൻ്റെ ബേബി ഈ കണ്ണ് പൊട്ടക്കണ്ണായിരുന്നു, ഒന്നും കാണാൻ പാടില്ല. യേശു എന്ന് പേരുള്ളൊരുവൻ വന്നു, നിലത്ത് തുപ്പി ചേറ് ഉണ്ടാക്കി കണ്ണി തൂത്തേച്ച് പറഞ്ഞു ശിലോകാം കുളത്തിൽ കൊണ്ട് കഴുകാൻ. ആ തപ്പിയും തടഞ്ഞും മറ്റുള്ളവരുടെ സഹായത്തോടെ ആ ശിലോകാം കുളത്തിലൊക്കെ ചെന്ന് ഇത് കഴുകി. ഇപ്പം തേണ്ട നന്നായിട്ട് കണ്ണ് കാണുന്നുണ്ട്. കട്ടുറുമ്പിനെ വരെ കാണുക രാത്രിയിൽ. അതുകൊണ്ട് എനിക്ക് യോഗത്തിന് വന്നിങ്ങനെ കണ്ണടച്ച് തന്നെ ഇരിക്കാൻ ഒക്കത്തില്ല. ഇടയ്ക്ക് ഞാൻ തുറക്കും. ഇതിപ്പം കണ്ണടച്ചങ്ങ് ഇരിക്കുക. ഞാൻ കണ്ട് ഇനിയിപ്പം തുറക്കുമൊന്നും വേണ്ട. അപ്പൊ ഇവൻ പറഞ്ഞ് ഞാൻ യേശുവിൽ നിന്ന് സൗഖ്യം കിട്ടിയതാണ്, അതുകൊണ്ട് എനിക്ക് കൂടെ അടക്കുകയും തുറക്കുകയും ചെയ്യണം. അതാ ഒരുത്തൻ. അപ്പൊ ഇവങ്ങനെ അടച്ചും തുറന്നും വരുമ്പോൾ ഒരുത്തന് ഇങ്ങനെ കൈ ആയത്തി വീശി വരുന്നു. അപ്പൊ ചോദിച്ചു, ബ്രദറെ എല്ലാവരും ഒരു പരുവത്തിന്, ഞങ്ങൾ IPCക്കാർ ഒരു പരുവത്തിനാണ് വീശുന്നു. ബ്രദർ കണ്ടമാനം കയറി വീശുന്നു. ഈ സെന്റർ തുടങ്ങിയ പിന്നെ ഞങ്ങൾ ഒരു പരുവത്തിനെ വീശുള്ളൂ. വീശും അതിനൊരു എപ്പോഴും വന്ന് ഞങ്ങൾ വീശുകയല്ല. പിന്നെ നല്ല അന്തരീക്ഷം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വേണ്ട അങ്ങനത്തെ ഒരു വീശുള്ളൂ. ബ്രദർ ഇങ്ങനെ കണ്ടമാനം വീശുന്നതന്നെ. അപ്പൊ പറഞ്ഞു, അതേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഈ കൈ വരണ്ടിരുന്ന കയ്യാ. യേശു ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് കൈ നീട്ടാൻ പറഞ്ഞു. എന്ത് മരണം തുറന്ന് കൈ നീട്ടി. എൻ്റെ അച്ഛാ കൈ അങ്ങ് നീണ്ടു. അത് പിന്നെ ഞാനിങ്ങനെ വിടുതൽ പ്രാപിച്ചവൻ അടങ്ങിയിരിക്കുവോ? അടുത്തിരിക്കുന്നവൻ സ്വോത്രം പറയുന്നത് നമ്മുടെ വിഷയമല്ല. അടുത്തിരിക്കുന്നവൻ ദൈവത്തെ അത് നമ്മുടെ വിഷയമല്ല. വിടുതൽ പ്രാപിച്ച നിനക്ക് ദൈവമായിട്ട് ബന്ധം. അപ്പൊ ഇവര് 2 പേരൂടെ കൂടിയും പറഞ്ഞു, എന്നാൽ നമുക്ക് ടീം വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഏതാ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത പുള്ളി പറഞ്ഞു, നമുക്ക് എന്നാ ടീം വർക്ക്. ഇവർ 2 പേരുടെ ലഘുലേഖ കൊടുത്തിങ്ങനെ വന്നപ്പോൾ ഒരുത്തൻ ഇങ്ങനെ തൂത്തും തുടച്ചും വരുന്നു. അപ്പോൾ ചോദിച്ചു, ബ്രദർ എന്നെ തൂത്തും തുടച്ചും വരുന്നേ? അന്ന് എൻ്റെ പൊന്ന് സഹോദരന്മാരെ, ഇത് മുഴുവൻ കുഷ്ഠമായിരുന്നു. മുഴുവൻ കുഷ്ഠമാണ്. പാളകത്തിന് വെളിയിലാണ്. ഒരുത്തനും വീട്ടിൽ കയറ്റുകയില്ല. എനിക്കും കയറാനൊക്കത്തില്ല, എൻ്റെ വീട്ടിലും വന്ന് കയറുകയില്ല. കയ്യും തരികയില്ല, സഹകരിക്കത്തിലും മിണ്ടത്തുമില്ല. എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നവനാ. യേശു എന്ന് പറയുന്നയാള് പർവ്വത പ്രസംഗം നടത്തി. മത്തായി 5, 6, 7 3 ആയത്തിൽ
ആ പർവ്വത പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലാനൊക്കത്തിൽ ആളും ബഹളവും അല്ലേ, അടുപ്പിക്കാൻ ഒക്കുമോ? ഞാനിങ്ങനെ മാറി നിന്നു. യേശു പർവ്വത പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, ഗുരു നിനക്ക് മനസ്സുണ്ട് എന്നെ ഒന്ന് ശുദ്ധമാക്കണം. എന്തിനേറെ അവിടുന്ന് തൃക്കൈ തൊട്ട് സൗഖ്യമായി. അത് പിന്നെ ഞാൻ തൂത്തും തുടച്ചു, കാരണം വിടുതൽ കിട്ടിയതല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങളും അങ്ങനെ വിടുതൽ കിട്ടി, ആ ടീമിൽ ചേരുന്നോ എന്ന് ചോദിച്ചു. എന്നാ തരിക. ഇങ്ങനെ ആ ടീം ഉണ്ടാക്കേണ്ടത്, അല്ലാതെ ടോർപ്പുട വെക്കുന്നവനെ എല്ലാം കൂടെ ടീമിൽ കയറ്റി വെച്ച് അവസാനം അവൻ ട്രാക്റ്റും കത്തിച്ച് ഒരുത്തൻ മൈക്ക് സെറ്റ് മുട്ടിച്ചുകൊണ്ട് പോയി, ഒരുത്തൻ കോളാമ്പി എടുത്തുകൊണ്ട് ഓടി. ഇവൻ ഇവിടെ പരസ്യം നടത്തുമ്പോൾ അവൻ അവിടെ നിന്നും മൈക്ക് വെച്ച് അങ്ങോട്ട് ചൂള പോലെ കത്തുന്ന ഇവനെ നോക്കിയാ. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇതാ ടീം വർക്കേ. ഇവർ 3 പേരോട് അങ്ങ് യോജിച്ചേ അവര് നന്നായി കഴിഞ്ഞപ്പം ഇവർ 3 പേരുടെ ലഘുലേഖയൊക്കെ കൊടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഒരുത്തൻ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുക. അവൻ എന്ത് ചെയ്താൽ തറയെ നിൽക്കുന്നില്ല. ചോദിച്ചു, എന്നെ ബ്രദർ, ഞങ്ങളൊക്കെ വല്ലപ്പോഴും ഒന്ന് തുള്ളുകയുള്ളു ബ്രദർ, ഇങ്ങനെ തുടക്കം പോലെ ഇങ്ങനെ തീരുന്നതിനും വരെ ഞങ്ങൾ സെൻട്രൽ കൺവെൻഷൻ തുടങ്ങുമ്പോൾ ഒന്ന് തുള്ളും, പിന്നെ തീരുന്ന മുറുക്കി ഞങ്ങൾ ഒത്തെങ്കിലും ഒന്ന് തുള്ളും, പിന്നെ ഫോട്ടോയും വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടമാനം ഒന്ന് തുള്ളും, അല്ലേ ഞങ്ങളങ്ങനെ തുള്ളുകയല്ല. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ തുള്ളുന്നു. ബ്രദർ ഇങ്ങനെ തുടക്കം മുതൽ തുള്ളി നിൽക്കുന്നത്. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ എങ്ങനെ തുള്ളാതിരിക്കും? അയ്യോ, ഞാൻ പക്ഷപാതം പിടിച്ച് കിടന്നവനാ. സ്തോത്രം സ്തോത്രം. കൊളക്കരയിലേ കുളം കലക്കുമ്പം ഇറങ്ങാൻ നോർത്ത് ചെല്ലും. എനിക്ക് മുമ്പ് ഒരുത്തൻ ഇറങ്ങിയേച്ച് പോകും. യേശു വന്നേച്ച് പറഞ്ഞു, കിടക്കെടുത്ത് കിടക്കടാന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ അടങ്ങിയിരുന്നിട്ടില്ലെന്ന് പറഞ്ഞു, തുള്ളി ചാടുക. അപ്പം ഇവർ 4 പേരോട് അങ്ങ് യോജിച്ചു. അപ്പം ഇവർ 4 പേരോട് യോജിച്ചപ്പം പറഞ്ഞു, ഒരുത്തൻ പറഞ്ഞിട്ടേ നമ്മളെ സൗഖ്യമാക്കിയ യേശു ആണ്ട കവർണഭൂമി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, അങ്ങനെ തന്നെ നമുക്കൊന്ന് കാണാൻ പോകാം. അപ്പോൾ ഒരുത്തൻ വെളിവുള്ളവരും ഉണ്ടേ. ഒരുത്തൻ പറഞ്ഞ് കാണാൻ പോകുന്നുണ്ട്, കുഴപ്പമില്ല, പക്ഷേ കാണാൻ ചെല്ലുമ്പം വെറും കൈയായിട്ട് ചെല്ലരുത്. അതിനാ ഇവിടെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് ചെല്ലരുത്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നമ്മൾ ദൈവാലയത്തിലോട്ടല്ലല്ലോ ചെയ്യുന്നത്, യേശുവിനെ കാണാനില്ല. അപ്പോൾ ഒരുത്തൻ വെളിവോടെ പറഞ്ഞു, എടാ ദൈവാലയത്തേക്കാൾ വലിയവനാ വന്നിരിക്കുന്നത്. ഇവിടെ ഇതാ യോനയിലും വലിയവൻ, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, ഇവിടെ ഇതാ ദൈവാലയത്തേക്കാൾ വലിയവൻ. അതുകൊണ്ട് ദൈവാലയത്തേക്കാൾ വലിയവനാ കവർണഭൂമി വന്നിരിക്കുന്നത്, വെറും കൈയായിട്ട്. CSIയിലെ പാടുന്ന ഇവിടെ പുന്നപ്പറ ഒരു CSI പള്ളിയുണ്ട്, പഴയ പള്ളി. അങ്ങോട്ട് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മ ഇപ്പം എനിക്കൊന്ന് അങ്ങ് പുന്നപ്പറയമ്മേന്നാ ഞങ്ങൾ വിളിക്കുന്നത്. അമ്മ മംഗലാപുരത്ത് എങ്ങാണ്ടാന്നാ തോന്നുന്നു. മംഗലാപുരത്താന്നോ ഗോവയിലാന്നോ ആരെങ്കിലും അമ്മയുടെ ആറിൽ വിട്ട് ഇരിപ്പുണ്ടോ? എവിടെയാ? യവനേശ്വറില്ല അമ്മ പള്ളിയുടെ പഴയ അമ്മയാ. പിന്നെ അമ്മയ്ക്ക് എനിക്കൊന്ന് 95 വയസ്സെങ്ങാണ്ടുണ്ട്. അമ്മ എല്ലാം മിടുക്കിയോ. പണ്ട് കാവാലത്തൊരു മരണം നടന്നപ്പം ഒത്തിരി പേരുണ്ട്. അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മ നല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞല്ലേ വെടിക്കുറ്റി പോലെ പ്രാർത്ഥിച്ച്. അല്ല ബോധക്കേടൊന്നും അല്ല വിളിച്ച് പറഞ്ഞ്. ഞാൻ മംഗലാപുരത്ത് ചെന്നപ്പോൾ അമ്മയെ കണ്ട. അമ്മയുടെ കൊച്ചുമോൻ അവിടെ ഉണ്ട്, പാസ്റ്റർ. അപ്പം ഞാൻ പറഞ്ഞത് അത് പറയാനാ പറഞ്ഞത്. CSIയിലെ പഴയ ഒരു പാട്ടുണ്ട്. എനിക്ക് പാടാൻ ട്യൂണും സ്വരവും ഇല്ല. അറിയാവുന്നവർ വേണേ എൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് പാടണം. ഞാൻ അത്ര നന്നായിട്ടല്ല പാടുന്നത്, പിന്നെ സന്ദർഭം വന്നുകൊണ്ടൊരു ശീല്. ആ പാട്ടിങ്ങനെ, ദൈവസന്നിധി ചെല്ലുമ്പോൾ വെറുതെ ചെല്ലരുത്, വെറും കൈയായിട്ടും ചെല്ലരുത്. അത് ആ പാട്ടിൻ്റെ വരി തെറ്റുകാരനെ ക്ഷമിക്കണേ. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ. കുഞ്ഞുഞ്ഞമ്മാമ പാടുന്നുണ്ടെന്ന് തോന്നല്ലയോ? മാമയ്ക്ക് അറിയത്തില്ലേ പാട്ട്? അതാ, നമുക്ക് രണ്ടും കൂടെ പാടാം, വേറെ ആരും ഇല്ല. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ. ഒരു ദേഹി പോലും ഇല്ല തെങ്ങനെ വണങ്ങും ഞാൻ. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ. പാടാൻ വയ്യ.
അപ്പോൾ വെറുങ്കൈയായിട്ട് ചെല്ലരുത്. അപ്പോൾ ഇവര് പറഞ്ഞു ദൈവാലയത്തെക്കാൾ വലിയ വെറുങ്കൈയായിട്ട് ചെല്ലരുത്. അപ്പൊ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു അവിടെ എനിക്ക് പരിപാടി ഉണ്ട്, ഇവിടെ അടുത്ത് ഒരു പക്ഷപാതക്കാരൻ കിടപ്പുണ്ട്, നമുക്ക് അവനെ പൊക്കിക്കൊണ്ട് പോണം. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു അവന് സമ്മതമാണോ? അതൊന്നും വിഷയമല്ല, പക്ഷപാതം പിടിച്ച് കിടക്കല്ലേ, കട്ടിലോടെ പൊക്കുക എന്ന് പറഞ്ഞു. ചില കേസൊക്കെ അങ്ങനെ ചെയ്തെങ്കിലും ഒക്കുള്ളൂ. സ്തോത്രം. ഇവനെ കട്ടിലോടെ പോക്കുക. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അവർ എന്ന ആ പക്ഷപാതക്കാരനെ കട്ടിലോടെ പോക്കി. കട്ടിലിന് എത്ര കാല? പണ്ടൊരുത്തം പറഞ്ഞെന്നാ പറഞ്ഞ പഞ്ചപാണ്ഡവന്മാര് കട്ടിക്കാല് പോലെ 3. എങ്ങനെയുണ്ട്? പഞ്ചപാണ്ഡവന്മാര് കട്ടിക്കാല് പോലെ 3, കാണിച്ചത് 2, പറഞ്ഞത് 3, കട്ടിലിൻ്റെ കാല് 4, പഞ്ചപാണ്ഡവന്മാർ 5. ചുരുക്കി പറഞ്ഞ അപ്പൊ കട്ടിലിന് 4 കാല. ഈ 4 പേരും ചെന്ന് 4 കാലെ പിടിച്ചു. ഞാനൊരു ചിന്തയും കൂടെ പറഞ്ഞ് ആ ഭാഗം വിടാം. ഈ 4 പേർക്കും ഒരേ വലിപ്പമാണെന്ന് ചിന്തിക്കണ്ട. ഇപ്പൊ ഈ സ്റ്റേജ് ആയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വലിപ്പവും ഒരേ തൂക്കവും അല്ലല്ലോ. അപ്പൊ ആ രീതി ചിന്തിച്ചു. എൻ്റെ ആശയത്തിൽ അങ്ങ് പറയുക ചിന്തയാ. ഒരുത്തന് 1 അടി പൊക്കം, ഒരുത്തന് 5.5 അടി, ഒരുത്തൻ 5 കാല്, അങ്ങനെ ചിന്തിച്ചു. അപ്പൊ 5 കാലും 6 5.5 5 4 കാലെ പിടിച്ചിരിക്കുക. അപ്പം ഈ 4 പേരും ഒന്ന് വിനയപ്പെടാതെ ഈ കട്ടിലുമായിട്ട് കവർണ്ണഭൂമി ചെല്ല് നടക്കുകയല്ല. 6 ഇങ്ങനെ കാലെ പിടിച്ചുകൊണ്ട് നിൽക്കുക, ഗ്ലോറി വിക്ടറി കാൽവറി എന്നും പറഞ്ഞ്. അപ്പം നമ്മൾ 6 അടി പൊക്കമുള്ള അവറാച്ചനോട് പറയുക, അവറാച്ചൻ സഭയുടെ ആരംഭം മുതലുണ്ട്, 6 അടി പൊക്കമുണ്ട്, വളരെ സന്തോഷമാണ്. ജോയിച്ചന് 5.5 അടിയേ ഉള്ളൂ. അപ്പം അവറാച്ചനൊന്നും ഒതുങ്ങാതെ ജോയിച്ചന് ഇതിൽ പിടുത്തം നടക്കുകയല്ല. നമ്മൾ ജോയിച്ചനെയും കൂടെ ഉൾക്കൊള്ളണമല്ലോ. ഉടനെ അവറാച്ചൻ പറയുക, ഞാൻ അങ്ങനെ കുനിഞ്ഞേച്ച് ഒരു ജോയി ഇത് കയറി പിടിക്കണ്ട. ഞാൻ ഈ സഭയുടെ ആരംഭകാലം മുതൽ 6 അടി പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കുക. സ്തോത്രം. ഞാൻ പകലോമറ്റത്തെയാ. ജോയി ഈ അടുത്ത സമയത്ത് മാർഗം കൂടി വന്നതാ. അതുകൊണ്ട് എന്നെ ഒതുക്കിയേച്ച് ജോയി കട്ടിലെ പിടിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അമരുന്ന യാതൊരു കേസും അവറാച്ചൻ ഗ്ലോറി വിറ്ററി എന്നും പറഞ്ഞ് കണ്ണടച്ച് കട്ടിലിൻ്റെ കാലെ പിടിച്ച് നിൽക്കുക. ഉടനെ നമ്മൾ ജോയി എടുക്കാതെ ജോയി, അവറാച്ചൻ്റെ സ്വഭാവം നമുക്കറിയാം, പുള്ളിക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ജോയി ഒരു കാര്യം ചെയ്യും, കവർണവും വരെ ഒന്ന് എത്തിക്കുത്തിക്കോ വെച്ചിട്ട് നേരം കട്ടിലുമായിട്ട്. അപ്പം ജോയി പറയാ, പാസ്റ്റർ ആ കാര്യം ഒന്നും പറയാണ്ട്, എനിക്ക് ഇച്ചിരി കാശും പിടിപ്പുമൊക്കെ കുറവുണ്ടെന്നുള്ളു. പക്ഷെ ഞാൻ ആരുടെ മുന്നിൽ ഇതുവരെ ഞാൻ അധ്വാനിച്ചാ ജീവിക്കുന്നത്, എല്ല് മുറിയ പണിയെടുത്താ, ചിലപ്പം കപ്പ പുഴുങ്ങിയത് മുളകടച്ചതാ. പക്ഷെ ഞാൻ ഇന്ന് വരെ ആർക്കും, അതുകൊണ്ട് അവറാച്ചൻ വേണേ പിടിച്ചാൽ മതി, ഞാൻ കട്ടിലിൻ്റെ കാലെ പിടിക്കും, പക്ഷേ ഈ 5 അടി പൊക്കത്തിൽ തന്നെ നിന്ന് പിടിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇവരാരും ഒന്ന് വിധേയപ്പെടാൻ മനസ്സില്ല. എൻ്റെ ചിന്തയാ, ഇവരാരും വിധേയപ്പെടുന്നില്ല. കണ്ണടച്ച് കട്ടിലിൻ്റെ കാലെ പിടിച്ച് ഗ്ലോറി വിക്ടറി കാൽവറി രക്തം ജയം പറഞ്ഞ് നിൽക്കുക. ഈ കട്ടിലുമായിട്ട് ഇവർ കവർണ്ണഭൂമി ചെന്നെന്ന് വെച്ചോ, കണ്ണ് തുറന്നാൽ കാണിക്കാം, ഒന്ന് കൂന്നിങ്ങാൻ കണ്ണ് തുറക്കുകയല്ല. കവർണ്ണഭൂമി ചെല്ലുമ്പം കട്ടിലെ പക്ഷപാതക്കാരൻ കാണുകയല്ല, കട്ടിലും കാലും കാണും. എന്നാ പലരും വേർപെട്ട കൂട്ടത്തിന് വരാത്തത്? ഞാൻ എന്നെ പ്രതിയാക്കുക. നമുക്ക് വിധേയപ്പെടാൻ മനസ്സില്ല, വിനയപ്പെടാൻ മനസ്സില്ല, താഴാൻ മനസ്സില്ല, എളിമപ്പെടാൻ മനസ്സില്ല. ഇപ്പോഴും കാലെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക നിലക്കനം പോലെ. വിധേയപ്പെട്ടാൽ സൂക്ഷം അനവധി ആത്മാക്കളെ ദൈവം തരും. ഈ ശുശ്രൂഷ അതിനിടയാകട്ടെ. ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ അടുക്ക വന്നാരും നിരാശയോടെ പോയിട്ടില്ല. അവിടുന്ന് അനവധി അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം. അതാ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിരവധി അത്ഭുതം ചെയ്ത അത്ഭുതമെല്ലാം കൂടെ പുസ്തകത്തിൽ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തിൽ. എന്നാൽ തിരഞ്ഞെടുത്ത ഏതാനും ചില അത്ഭുതങ്ങൾ പുസ്തകത്തിൽ കൊടുത്തു. അതെന്തിനാണെന്ന് 20:30 ഒന്നുകൂടെ വായിച്ചോ മോൻസി പാസ്റ്ററെ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്നും നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഏതാനും ചില അത്ഭുതങ്ങൾ മാത്രം പുസ്തകത്തിൽ കൊടുക്കാൻ കാര്യം, യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ, ആലപ്പുഴ ജില്ലയിലുള്ളവർ, ഈ പുന്നപ്പുറ പ്രദേശത്തുള്ളവർ, നമ്മുടെ ഇത് കളിത്തട്ടിൽ ഉള്ളവർ, ഇവിടെ കേൾക്കുന്ന സകല ആൾക്കാരും വിശ്വസിക്കണം, യേശു ദൈവപുത്രനായ ക്രിസ്തു. വിശ്വസിച്ചേച്ച് അങ്ങ് പോകുകയല്ല. അടുത്ത വാക്യം വായിച്ച, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ
നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും നിത്യജീവൻ ഉണ്ടാകണം. ഇന്ന് രാത്രി നിനക്ക് ജീവൻ തരുവാൻ, നിത്യജീവൻ തരുവാൻ, നിന്നെ രക്ഷിപ്പാൻ, വിടുവിക്കുവാൻ കഴിവുള്ളവൻ യേശുവാ. ഹല്ലേലൂയ. ആ യേശു ദൈവപുത്രനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്താൽ നിത്യജീവൻ ഉണ്ടാകണം. അതിന് 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈര് നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇന്ന് രാത്രി ഹൃദയം കർത്താവിന് കൊടുക്ക്. യേശുവേ, ഞാനൊരു പാപിയായി, എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ അവിടുത്തെ മകളാക്കി തീർക്കണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ വല്ലഭത്വമുള്ളവനാ. ഇന്ന് രാത്രി അവിടെ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. 2 or 3 പേർ എന്ന നാമത്തിൽ എവിടെ കൂടിയാലും നടുവിൽ വരണമെന്ന് അരുളി ചെയ്ത, വാഗ്ദത്തം ചെയ്ത നസറായൻ ഇന്ന് രാത്രിയും മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാനമുള്ളവനായി, 7 നക്ഷത്രം അലങ്കിയിൽ പിടിച്ചവനായി, നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക ധരിച്ച് നടുകളുന്ന നസറായൻ ഇന്ന് രാത്രി ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുക. യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്. ഇന്ന് രാത്രി നിനക്ക് ആരോഗ്യം തരുവാൻ, രോഗശാന്തി തരുവാൻ, സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ, വിടുതൽ തരുവാൻ കാര്യമുള്ള മെഷിക ഇന്ന് രാത്രി ഇവിടെ നമ്മുടെ നടുവിലുണ്ട്. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു, വേഗം മാനമേക്ക് പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യമാ, മാറിടാത്തവൻ സത്യമാ. ഓ നടുവിൽ നടക്കും രാജരാജൻ വരുന്നു, വേഗം മാനമേക്ക് പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യമാ, മാറിടാത്തവൻ സത്യമാ. നിത്യജീവൻ പകർന്നിൽ നിത്യശേഖം തന്നുവല്ലോ. ഓ നിത്യജീവൻ പകർന്നിൽ ഓ നിത്യശേഖം തന്നുവല്ലോ. സ്വത്രയേകമർപ്പിക്കുന്നു ഞാൻ, സ്വത്രഗാനം പാടിടുന്നു ഞാൻ. നിസ്തുലനാം യേശുവിനെ നിർമ്മലനാം കർത്താവ് നന്ദിയോടെ കീർത്തിച്ചിടുന്നു. നിസ്തുലനാം യേശുവിനെ നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. സ്വത്രയേകമർപ്പിക്കുന്നു ഞാൻ. ഇന്ന് രാത്രി അവിടെ നിന്ന് അത്ഭുതം കണ്ടതയ്യം ഓടിച്ചു മുമ്പോട്ട് പോകാൻ സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. ഓരോ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തി അത്ഭുതം കണ്ടതയ്യമാ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടാകുന്ന ക്രിസ്തു, 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തത് മഹത്വം വെളിപ്പെടുത്തിയ അത്ഭുതം കണ്ട ദൈവം, 3-ാം അധ്യായത്തിൽ നിത്യജീവനെ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം, 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും യാരുകളും പൊറുപ്പിക്കുവാൻ കഴിവുള്ള ദൈവം, 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ജീവന്റെ അപ്പമായ ദൈവം, 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം, 8-ാം അധ്യായത്തിൽ വെളിച്ചമാകുന്ന ഇരുൾ മൂടിയ ലോകത്തിൽ മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി ഓടുമ്പോൾ യേശു പറയുക, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, സാക്ഷാൽ ദിവ്യ വെളിച്ചമാകുന്ന. 9-ാം അധ്യായത്തിൽ പിറവിക്കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതം കണ്ടത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമാകട്ടെ, ആമൻ കുടുംബദോഷമാകട്ടെ, ശത്രുദോഷമാകട്ടെ, ശുദ്രം ചെയ്തതാകട്ടെ, ആഭിചാരമാകട്ടെ, എന്ത് വിഷയമാണെങ്കിലും ആമൻ അത് ജന്മനാ ഉള്ളതാണെങ്കിലും ജന്മനാ വൈകല്യപ്പെട്ടതാണെങ്കിലും ജനിച്ച് കഴിഞ്ഞതുള്ളതാണെങ്കിലും ഇനി ആമ ഏതെങ്കിലും മരുന്ന് മാറിയതിന്റെ കെടുതി വന്ന രോഗമാണെങ്കിലും സകല രോഗങ്ങളെ പൊറുപ്പിക്കുവാൻ കഴിവുള്ളവനാണ് യേശു. പിറവിയിലെ മുടന്തനെ യേശു സൗഖ്യമാക്കി, പിറവിയിലെ കുരുടനെ യേശു സൗഖ്യമാക്കി, പിറവിക്കുരുടന് കാഴ്ച. അതാ 9-ല്. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന യേശു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയൻ. സ്തോത്രം. പിന്നെ ഒരു പാട്ടിന്റെ വരി ഓർമ്മ വരുന്നു, പാടിക്കോട്ടെ. അല്ല, വൈസ് പ്രസിഡന്റ് ഉണ്ടെന്ന് ചോദിച്ചോട്ടെ. കാട്ടൂടയോ നീയോ രാണീനെ നേടുവാൻ തേടി നീ വന്നതിനാൽ കാട്ടൂടെ ഓടിയോ രാണീനെ നേടുവാൻ തേടി നീ വന്നതിനാൽ പാപക്കാട്ടിൽ നീ നോടി ശ്രേഷ്ഠ ഇടയനെ പാപിയിതാവാരും പാപ
ശ്രീദേവാറ്റിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം, തിരുപാദം എൻ്റെ ശരണം. ശ്രീദേവാറ്റിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം, തിരുപാദം എൻ്റെ ശരണം. അപ്പൊ ശ്രദ്ധിക്കുക, 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ക്രിസ്തു ദൈവം 11-12 അധ്യായം പഠിക്കുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഇതാണ് ഈ 12 അധ്യായത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നമ്മൾ 11-ാം അധ്യായത്തിന്റെ 25 വായിച്ചത്. ഇനി ആ ഭാഗത്തേക്ക് വരാം. 11-ന്റെ 25 വായിച്ചോ മോൻസി പാസ്റ്ററെ. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. അടുത്തത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മാർത്താമ്മ ശ്രദ്ധിച്ചു കേട്ടണം. മാർത്തേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. പശ്ചാത്തല ഭാഗവും ചരിത്രമൊക്കെ വേദപുസ്തകം പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, കേൾക്കുന്ന എല്ലാവർക്കും നല്ല തിട്ടമാണെന്നറിയാം. തിട്ടമില്ലാത്ത ആരേലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിന് ചുരുക്കമായിട്ട് ഒന്ന് പറഞ്ഞാൽ ഭാഗം വിടാം. ബഥാനിയിലെ വീട്, പ്രധാനമായിട്ടും 3 പേര് ആ വീട്ടിൽ. മാർത്ത, മറിയ, സഹോദരൻ ലാസർ. പിന്നെ ഇവരുടെ അപ്പൻ ആരാണെന്നൊരു ചിന്ത കുഷ്ഠരോഗിയായ ശിമോനായിരുന്നെന്ന. കണ്ട് തെറ്റുകാരനെ പറയണേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വീട്ടില് പ്രധാനമായിട്ട് 3 പേരാ. മാർത്ത, മറിയ, ലാസർ, ഇവരുടെ ബ്രദർ. ഇവരുടെ അപ്പനെ പറ്റി പറയുന്നത് കുഷ്ഠരോഗിയായി ശിമോനായിരുന്നെന്ന. കുഷ്ഠമൊക്കെ മാറിയെങ്കിലും ആ പേരിപ്പോഴും അങ്ങനെ ചില പേരുകൾ ബൈബിളിലുണ്ട്. രാഘാവിനെ പറ്റി അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. പണ്ട് ഒരാളെ പറ്റി പറഞ്ഞു, സ്തോത്രം, ആഞ്ഞിലിമുട്ടി കറിയാച്ചൻ. അവരുടെ വീടിൻ്റെ അവിടെ വലിയൊരു ആഞ്ഞിലിയുണ്ട്. വീട്ടുപേര് വേറെയാ. പക്ഷെ പുള്ളി പറഞ്ഞു, ഈ ആഞ്ഞിലി നിൽക്കുന്നതായി ഇത്രോ ആഞ്ഞിലിമൂട്ടിൽ കേൾക്കാനൊരു സുഖമില്ല. നമുക്ക് പണ്ട് വീടില്ലായിരുന്നു, ആഞ്ഞിലിൻ്റെ മൂട്ടി കിടന്നെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പൊ പറഞ്ഞ് വീട്ടുപേര് അങ്ങനെ അല്ല, മിക്കതും അങ്ങനെയൊക്കെ തന്നെ മിക്ക പേരും. പിന്നെ ചക്കുമൂട്ടിൽ ചക്ക് കിടന്നിങ്ങനെ ആടുകാരെന്ന്. അല്ല, ആ ചക്കുമൂട്ടിൽ ചക്കുണ്ടായിരുന്നു. ആട്ടെ ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ ആഞ്ഞിലി നിൽക്കുന്നതാ ഇത്രോ നാശം. ആഞ്ഞിലി വെട്ടാൻ പറഞ്ഞു. ആഞ്ഞിലി വെട്ടിയപ്പോൾ പിന്നെ ആഞ്ഞിലി മൂടനെന്ന് പറയുമല്ലോ. ആഞ്ഞിലി വെട്ടിയപ്പോൾ നാട്ടുകാരിട്ടു മുറിയാഞ്ഞിലി മൂടൻ്റെ വീടാണ്. കാരണം ആഞ്ഞിലി മുറിച്ചു, എൻ്റെ മുറി മാത്രം അവിടെ. അപ്പം പിന്നെ വിളിച്ചത് മുറിയാഞ്ഞിലി മൂടൻ്റെ വീട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ കുറ്റി നിൽക്കുന്നതാ ഇത്രോ. കുറ്റി ആളിനെ നിർത്തി വേരോടെ പെടുതൂരം. അപ്പം നാട്ടുകാർ ചോദിച്ചു കുഴിയാഞ്ഞിലി മൂടൻ്റെ വീടാണ്. എന്തായാലും മാറുകയില്ലെന്നുള്ളത് ഉറപ്പാണ്, ആഞ്ഞിലി വരും എന്ന് പറഞ്ഞ പോലെ കുഷ്ഠരോഗിയായ ശിമോൻ. അപ്പൊ ഇത് ഇവരുടെ അപ്പനാരെന്ന. എന്തായാലും ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനമാണ്. യേശു ഈ ഭവനത്തിൽ പല പ്രാവശ്യം വന്ന് പാർക്കുകയും ശുശ്രൂഷിക്കുകയും വിശ്രമിക്കുകയും സൽക്കാരങ്ങൾ കൈക്കൊണ്ട്. കാരണം യെരൂശലേമിലേക്ക് പോകുമ്പോൾ അതിനടുത്തായി ബഥാന്യ. ഒരു ചെറിയ ഇറക്കമാണെന്നാ പറഞ്ഞത്. എല്ലാം പോയോ യെരൂശലേമിൽ? ഞാനും പോയില്ല, ഇന്ന് പോണോ? അപ്പം പോയവർ വന്ന് പറയുന്നത് ഒരു ചെറിയ ഇറക്കവാ, ആ സൈഡിലായി വീട്. പിന്നെ അങ്ങോട്ട് യെരൂശലേമിലോട്ട് പെട്ടെന്ന് ചെല്ലാം. അപ്പം അതുകൊണ്ട് കർത്താവ് പല സന്ദർഭത്തിൽ ഈ വീട്ടിൽ പാർത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത, മറിയം യേശു എപ്പോൾ വന്നാലും അവിടുത്തെ തൃപ്പാദത്തിലിരിക്കുക. മാർത്ത നല്ലൊരു സഹോദരിക. അവൻ വരുന്നവർക്കെല്ലാം എൻ്റെ ഭാഷ പറഞ്ഞ ശാപ്പാടുണ്ടാക്കി കൊടുക്കും. അതാ ശുശ്രൂഷ എന്ന് അവിടെ എഴുതിയേക്കുന്നത്. ശുശ്രൂഷയാൽ വളരെ കുഴഞ്ഞു. അല്ലാതെ വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പറഞ്ഞനോ അമ്മാമ്മ കയറി അടിച്ച് മിന്നുകന്നല്ല. അതാ ശുശ്രൂഷ. അങ്ങനെ ശുശ്രൂഷിക്കുന്ന പലർക്കും ഈ ശുശ്രൂഷ അറിയത്തും ഇല്ല.
ഈ ശുശ്രൂഷ അറിയാവുന്ന ചിലർ മറ്റേ ശുശ്രൂഷയ്ക്ക് അധികം പോകാറില്ല, പക്ഷേ ഇതൊരു വലിയ മകനീയ ശുശ്രൂഷയാണ്. ഞാൻ സഹോദരിമാരോട് പറയാം, നിങ്ങളെ ചിലപ്പോൾ ആരും അറിയത്തില്ല, അടുക്കളയിൽ പെരുമാറുക, ആ പുകയത്തും ഇരുട്ടത്തും ഒക്കെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് എല്ലാം ആക്കി അഴുകിയേച്ചായി വന്നിരിക്കുന്നത്. ഇവിടെ ചിലപ്പം സ്റ്റേജിൽ നിൽക്കുന്നവരെ ഒന്നും പോലല്ല, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടവരെ, പക്ഷെ നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ഉണ്ടുണ്ടുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്. ദൈവം നിങ്ങൾക്ക് പ്രതിഫലവും തരും. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഭവനം. ഇവരുടെ ആങ്ങള ലാസർ, അതിന് അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഈ ന്യായപ്രമാണം പകർത്തിയെടുക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നെന്ന തോൾ ചുരുളിൽ. അപ്പം അങ്ങനെ പള്ളിക്കാണല്ലോ, അപ്പം എഴുതി പകർത്തുന്ന ഒരു ജോലി. അപ്പം അതിൽ നിന്ന് തുച്ഛമായ ഒരു വരുമാനം കിട്ടുമെന്ന. അതുകൊണ്ട് ഈ പെങ്ങന്മാരുടെ കയ്യിൽ കൊടുക്കും. മാർത്ത വിധവയാണെന്നൊക്കെയാ ചിലർ പറയുന്നത്. എന്തുവാ, ഈ സഹോദരിയുടെ കൈ കൊടുക്കും. സഹോദരി അത് ആക്കി അടിച്ച് യേശുവും ശിഷ്യന്മാരും ഒക്കെ വരുമ്പോൾ ശാപ്പാടും ഒക്കെ കൊടുക്കും. യേശുവും ശിഷ്യന്മാരും വരുമ്പോൾ 1-2 പേരല്ലല്ലോ വരുന്നത്, ധാരാളം ആൾക്കാർ. പിറുപിറുപ്പില്ലാതെ യാതൊരു മടുപ്പില്ലാതെ ഇതെല്ലാം ചെയ്യും. അങ്ങനത്തെ ഭവനം. എന്തിനേറെ നിങ്ങൾക്കറിയാം, ഒരിക്കൽ ഈ സഹോദരൻ ദീനമായി യേശുവിനെ അറിയിച്ചു, യേശു പോയില്ല. ദീനം രൂക്ഷമായി, യേശു പോയില്ല. ഒടുവിൽ ലാസർ മരിച്ചു, എന്നിട്ടും യേശു പോയില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞ്, 2-3 ദിവസം കഴിഞ്ഞ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ബഥാനിയോളൊന്ന് പോകാം. അപ്പൊ തോമാസ് പറഞ്ഞു, നമുക്കും പോയി ചാകാം. കാരണം പുള്ളിക്ക് മനസ്സിലായി, എന്തും വേണ്ട പ്രാവശ്യം വീട്ടിൽ ചെല്ലുകയും ചാപ്പാട് കഴിക്കുകയും വിശ്രമിക്കുക, സഹോദരിമാർ മാന്യമായിട്ട് ഇടപെടുകയും 1-2 പേരാണോ 10-12 അത് നല്ല പെരുക്കുന്ന വരും. ഉപവസിക്കുമ്പം ജീരകവെള്ളമൊക്കെ കുടിച്ചിരുന്നാൽ ഇത് കഴിയുമ്പം നല്ലേ. പിന്നെ ഇതെല്ലാം കൂടെ അവിടെ ചെന്ന് നല്ല ശരിക്ക് പെരുക്കി വെച്ച് ആ ചെറുക്കൻ അസുഖമാണെന്ന് കണ്ടപ്പോൾ ഒന്ന് പോകണ്ടായോ? അതല്ലേ മര്യാദ. ഇനി ഇങ്ങേർക്ക് പോകാൻ ഒത്തില്ലെങ്കിൽ നമ്മളെ ആരെയും ഒന്ന് വിടണ്ടേ? അതിനും ചെയ്തില്ല. എന്നാൽ ദീനം കഠിനപ്പെട്ടപ്പോഴെങ്കിലും ഒന്ന് പോവുമോ, പ്രാർത്ഥിക്കുവോ? അതിനും പോയില്ല. അന്നാട്ടെ മരണസമയത്തൊന്ന് പോയി, ഒന്നുമില്ല ചെന്നൊരു അനുശോചനമെങ്കിലും ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇപ്പം പമ്മി അങ്ങോട്ട് പോവുക. അപ്പം പറഞ്ഞു, യഹൂദന്മാർ കൊല്ലും, ഒരു തർക്കവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ തോമാസ് പറഞ്ഞു, നമുക്കും അവൻ്റെ കൂടെ പോയി ചാടാം. ഇങ്ങനെയൊക്കെ പറഞ്ഞായി വരുന്നത്. പക്ഷെ ബഥാനിയിൽ വന്ന് യേശു ശിഷ്യന്മാരും വന്നെന്ന് മാർത്തയ്ക്ക് അറിവ് കൊടുത്തു. മറിയയും അറിഞ്ഞു. മറിയ അവിടെ തന്നെ അങ്ങ് ഇരുന്നു. മാർത്ത ആ ക്ഷണത്തിൽ ഓടി യേശുവിൻ്റെ അടുക്ക വന്ന് പറയുക, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. അപ്പോൾ യേശു അവളോട് പറയുകയാ, മാർത്തേ, നിരാശപ്പെടുകേണ്ട, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ മാർത്ത തിരിച്ചൊരു മറുപടി പറഞ്ഞു. എന്തുവാ? വായിച്ചേ മോൻസി പാസ്റ്റേ, മൈക്ക് ഓൺ ചെയ്തേച്ച് മൈക്ക്. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് എന്റെ ഒരു ചിന്തയിൽ ഞാൻ ഇഷ്ടമുണ്ട്, യോജിച്ചാ മതി. യേശു ഈ വീട്ടിൽ വന്ന് നന്നായിട്ട് പറയും. മറിയാണ് കർത്താവിന്റെ പാദത്തിലിരിക്കുക. പറയുന്നതെല്ലാം ഇന്നത്തെ രീതി വെച്ചാണ് കുറിച്ചെടുത്ത് ഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുക മറിയ. മാർത്ത അടുക്കളയിൽ നന്നായിട്ട് പെരുമാറുക. എൻ്റെ ഒരു ചിന്ത പറയാം, അടുക്കളയിൽ പെരുമാറുന്നെങ്കിലും ഇവിടെ ഹൃദയവും ശ്രദ്ധയെല്ലാം ഗുരുവിൻ്റെ മുകളിലാണ്. അടുക്കളയിലാണ് പെരുമാറുന്നത്. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് സാമ്പാറും അവിയലും, അവിടെ പലസ്തീനി സാമ്പാർ വെച്ചോന്നൊന്നും എന്നോട് കയറി ചോദിക്കരുത്, മനസ്സിലാകാൻ പറയുക. അവിയലും സാമ്പാറും തോരനും പുളിശ്ശേരിയും അല്ലെ മീൻ കൂട്ടാനും ഒക്കെ അകത്ത് മാർത്ത വെക്കുന്നെങ്കിലും, അതെല്ലാം അതിൻ്റെ ചേരുവകൾ ചേർത്ത് വെക്കുന്നെങ്കിലും ഇവിടെ കാതും ശ്രദ്ധയും എല്ലാം ഗുരു അവിടെ ഇരുന്ന് പറയുന്ന വിഷയങ്ങളാണ്. നമ്മൾ ചിലർ അടുക്കളയിലോട്ട് പോകത്തില്ല, എപ്പോഴും ഗുരുവിൻ്റെ പാദത്തിരിക്കുക, പക്ഷെ ഒരു കാര്യത്തിലും വിശ്വാസവും ഇല്ല, ശ്രദ്ധിക്കുന്നുമില്ല. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടുക, വെട്ടുവാനം വന്ന കന്നാലി ഞെട്ടുപോലെ. എന്നാൽ മാർത്തയുടെ വിശേഷത, ഇവൾ അടുക്കള പെരുമാറി ശുശ്രൂഷയിൽ കൊടയുന്നെങ്കിലും ഗുരുവിൻ്റെ മൊഴികളെല്ലാം ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരിച്ച് പ്രതിഭജിച്ചത്, ആ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ എൻ്റെ സഹോദരൻ. അപ്പൊ അവക്കറിയാം പുനരുത്ഥാനമുണ്ടെന്നും, എത്ര പുനരുത്ഥാനമുണ്ടെന്നും, അത് ഏതൊക്കെ പുനരുത്ഥാനമാണെന്നും, ഏത് സമയത്ത് ആരൊക്കെ ഉയർത്തു വരുമെന്നൊക്കെ മാർത്തയ്ക്ക് നല്ല തിട്ടമുണ്ടെന്ന്. അപ്പോൾ മാർത്തയോട് യേശു പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തയ്ക്കും വായിച്ചത്. വായിച്ചോ?
ഉടനെ യേശു മാർത്തയോട്, ഞാൻ തന്നെ അല്ലയോ മാർത്തയെ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ചില കാര്യം ഞാൻ ഓർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആമേൻ സ്തോത്രം, ആമേൻ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ഇവിടെ വായിക്കുന്നത് ആമേൻ യേശുവിൽ വിശ്വസിക്കണം. നീ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ എന്നാക്കും ജീവിച്ചിരിക്കും, മരിച്ചാലും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആമൻ ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ തരാനാ അവിടുന്ന് സ്വർഗ മഹിമ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ആമൻ പിന്നത്തേതിൽ വായിക്കുമ്പോൾ ലാസർ മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസമായെങ്കിലും നസറായം കടന്നു എന്ന് ലാസറെ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ അവൻ പുറത്തു വന്ന് ജീവനുള്ളവനായി ശോഭിച്ചു. ഇന്ന് രാത്രി നിനക്ക് ജീവൻ തരുവാൻ കഴിവുള്ളവനാണ് ജീവന്റെ ഉടയവനാകുന്ന നസറയനാകുന്നു യേശു. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? കമ്പിവാചകം പോലെ നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും ജീവിച്ചിരിക്കാൻ ആഗ്രഹം ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും മരിക്കാൻ? പണ്ടൊക്കെ ഇതിലെ പാടി പലരും നടന്നിട്ടുള്ളൂ. ഇപ്പോഴും പാട്, മരിക്കാൻ ഞങ്ങൾക്ക് മനതില്ല. യോ കേട്ടിട്ടില്ലേ? മനസ്സില്ല, അഥവാ പാടാത്തത്. മരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും മനസ്സില്ല. 98 എന്ന വല്യപ്പൻ രാവിലെ നടക്കുക, യാകാൻ മനസ്സില്ല. അതിനാ മരിക്കാൻ മനസ്സില്ല. 92 എന്ന വല്യമ്മൻ കൂടിന്റെ ഉടുമ്പിക്ക് പിടിച്ച് വണ്ടാനത്ത് പോയി കുത്തിയിരിക്കുക. അമ്മയ്ക്കും മരിക്കാൻ മനസ്സില്ല. ഞാനെപ്പോഴും പറയും, വീട്ടിലെ ഒരു തേങ്ങ തിരുമി ചിരവേ വെച്ച് തിരുമി കല്ലേ വെച്ച് അരക്കുകയല്ല, അതുകൂടെ തേങ്ങാപ്പൊടി കിട്ടുമെന്ന് കടയിൽ. ഇപ്പം പാലും കിട്ടും, തേങ്ങാപ്പാല്. പണ്ടൊക്കെ പഴയ അമ്മമാര് തേങ്ങ തിരുമി തടിയുടെ ചിരവയാ, അത് പൊക്കം പോലും ഇല്ല, താഴെ ഇട്ട് അവിടോട്ട് ഇരുന്നേച്ച് നന്നായിട്ട് തിരുമി കശുകശാന്നാ തിരുമുന്നത്. തിരുമിയേച്ച തേങ്ങാപ്പാല് കൈകൊണ്ട് തന്നെ. ഇപ്പോഴല്ലേ മെഷീനും മറ്റ് ഉപകരണങ്ങളൊക്കെ വന്നത്. കല്ലേ വെച്ച് അരയ്ക്കുന്നത് ആ തിരുമിയ തേങ്ങ. ഇപ്പോഴത്തെ മിക്ക സഹോദരിമാരും അങ്ങനൊന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാന്നിട്ട് വെളുപ്പിനെ മാപ്പളം വെമ്മളം കൂടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മണ്ണാനത്തിൽ നിന്ന് അമ്പലപ്പുഴ പാലം വരെ ഗ്രൗണ്ടില് ഈ മഞ്ഞും പിടിച്ച് തലയിലൊരു കെട്ടും കെട്ടി, അങ്ങേരുടെ കയ്യിലൊരു കുറുവടി, പട്ടി വന്നാൽ തല്ലാനാ. ഇതിന്റെ എല്ലാം മൂലകാരണം മരിക്കാൻ മനസ്സില്ല. എല്ലാവർക്കും ജീവിച്ചിരിക്കണം. അതാ ഞാൻ ഓടിച്ചു പറയാ, എല്ലാവർക്കും ജീവിക്കണം. അത് നല്ലതാ, ജീവിക്കേ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി കമ്പിവാചകം പോലെ പറയാ, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. അതാ ഇന്ന് രാത്രി സന്ദേശം. എന്ത് ചെയ്യണം? ചെടികടാന്ന് വായിച്ചോ മോനിസിപ്പാസെ? നന്നായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? 1 ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? ഉൽപ്പത്തി 42-ന്റെ 2-ാമത്തെ വാക്യം. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു, നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊണ്ടുവരണം. ശ്രദ്ധിക്കുക, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? 1, മിസ്രയീമിൽ ചെന്ന് അവിടുന്ന് ധാന്യം കൊണ്ടുവരണം. ഗോത്രപിതാവാകുന്ന യാക്കോബ് തന്റെ പുത്രന്മാരോട് പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശമാണ്. ദേശം മുഴുവൻ ക്ഷാമം, കനാൻ നാട്ടിലും ക്ഷാമം, മിസ്രയീമിലും കൊടുമ്പിരി കൊണ്ട ക്ഷാമം, എന്തിനേറെ ഉലകം മുഴുവൻ ക്ഷാമം. ഈ ക്ഷാമം കൊണ്ട് ജനം പൊറുതിമുട്ടി. നിങ്ങൾ ആ അധ്യായം പഠിക്കുമ്പോൾ അറിയാം, ക്ഷാമം കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ആഹാരത്തിന് ആദ്യം വന്ന് നിലവിളിച്ചത് ആരോടാ? ക്ഷാമം കഠിനപ്പെട്ടപ്പോഴേ ജനങ്ങൾ ആഹാരത്തിന് ആദ്യം വന്ന് നിലവിളിച്ചത് ആരോടാ? പക്ഷേ ഞങ്ങൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു, ഞാനും ഇല്ലായിരുന്നു. പക്ഷെ ആരോടാന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം വന്ന് നിലവിളിച്ചത് പറവോനോടാ. അങ്ങനെ എഴുതിയേക്കുന്നത്, ആദ്യം വന്ന് പറവോനോട്. അപ്പൊ പറവോൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുക. എൻ്റെ ഭാവനയിൽ അങ്ങ് പറയാ, പറവോൻ
താടിയും മുടിയും വടിയും കൊടയും ഇടയ്ക്കൊരു വെടിയും. ഫറവോൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ജനങ്ങളെല്ലാം കൂടെ വന്ന് ഫറവോന്റെ മുമ്പിൽ മുട്ടുകുത്തി വെച്ച് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണമേ. പുള്ളി പറഞ്ഞേടാ, ഞാൻ ഈ താടിയും മുടി ആയിട്ടിരിക്കുന്നതല്ലാതെ എന്നെ കൊണ്ട് കാക്കാച്ചിന് കൊള്ളുകയില്ല. ചുമ്മാ ഇവിടെ കിടന്ന് സമയം കളയരുത്. അപ്പൊ മറ്റവർ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. പുള്ളി പറഞ്ഞു, എൻ്റെ കാര്യം തന്നെ പരുവക്കേടാ. അവിടെ അങ്ങനെ എഴുതിയേക്കുന്നത്. ജനങ്ങൾ ആഹാരത്തിന് ഫറവോനോട് നിലവിളിച്ചെന്ന, അങ്ങനല്ലയോ വായിച്ചേ മോൻസിപ്പാസ്റ്റേ? ഞാൻ റഫറൻസ് അങ്ങ് മറന്നു. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. പിന്നെ മിസ്രയീം ദേശത്തെല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോനോടാ വന്ന് നിലവിളിച്ചത്. അപ്പൊ ഫറവോന്റെ അടുക്ക വന്നപ്പോ, എന്റെ തിരുമേനി, എന്റെ തിരുമനസേ, സ്തോത്രം, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ഞങ്ങളോട് കനിവ് തോന്നണം തിരുമേനിയോട്. അപ്പൊ തിരുമേനി പറഞ്ഞ എന്നതാ, നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. എടാ, നിങ്ങൾ ഇവിടെ കിടന്ന് എന്റെ അടുക്ക കിടന്ന് അയ്യം വിളിക്കുകയും നിലവിളിക്കുകയും ചെയ്ത എന്നെ കാജിനും പുണ്ണാക്കിനും കൊള്ളുകയല്ല. ഞാനിങ്ങനെ താടിയും മുടിയും മടിയായിട്ട് അനങ്ങാതെ ഇവിടെ ഇരിക്കുന്നല്ലാതെ എന്നെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുകയല്ല. എന്നെ ഇവിടെ കൊണ്ടിരുത്തി പൂട്ടിയ ചവന്മാരും പോയി. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ കിടന്ന് നിലവിളിച്ച് നിന്റെ എല്ലാം ആയുസ് കളയാറ് നീ എല്ലാം യോസേഫിന്റെ അടുക്ക ചെല്ല്. അതിനാ യോസേഫിന്റെ അടുക്ക ചെല്ലാൻ കാര്യം. യോസേഫ് ആരാ? 42:6 വായിച്ച യോസേഫ് ആരാ? 42:6. പെട്ടെന്ന് വായിച്ചോ. 42:6. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. യോസേഫ് ദേശത്തിന് അധിപതിയാ എന്ന് പറഞ്ഞാൽ നല്ല യോസേഫ് ആകുന്ന യേശു ക്രിസ്തുവാണ് സകലത്തിന്റെ അധിപതി. ഈ കാണുന്ന അണ്ടകടാകങ്ങള്, ചരാചരങ്ങള്, ഈ നക്ഷത്രമണ്ഡലങ്ങള്, പൂജര ഗേജരകള്, വസ്തുക്കളെ നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, ഉണ്ടാകട്ടെന്ന വാക്കിൽ സകലത്ത് ഉരുവാക്കിയ ഉളവാക്കിയ ഒരുവനുണ്ട്. അവനാണ് നല്ല യോസേഫ് ആകുന്ന യേശു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനെ ഉളവാക്കി, അവനായിട്ട് ഉളവാക്കി. അവൻ സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ തന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഫറവോന്റെ അടുക്ക ചെന്ന് മുട്ടാലിടയാറ്. നീ യോസേഫിന്റെ അടുക്ക വരണം. നല്ല യോസേഫ് ആകുന്ന യേശു നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാ. അവിടുന്ന് സൗഖ്യമാക്കാൻ കഴിവുള്ളവനാ. അവിടുന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനാ. അവിടുന്ന് നീക്കുപോകുന്ന കഴിവുള്ളവനാ. ഫറവോന്റെ അടുക്ക ചെന്ന് കുമ്പിട്ട് കിടക്കാതെ നീ ഇന്ന് രാത്രി നല്ല യോസേഫ് ആകുന്ന യേശുവിന് എടുക്കവാ. സ്തോത്രം. ആടെ വിവരിക്കുന്നില്ല. അപ്പൊ ക്ഷാമം കഠിനപ്പെട്ടു. ക്ഷാമം കഠിനപ്പെട്ടപ്പോൾ യാക്കോബ് തന്റെ പിള്ളേരോട് പറയുന്ന പദമാണ് 42:1 മുതൽ. കനാൻ നാട്ടിൽ ക്ഷാമം വന്നപ്പോൾ 42:1 മുതൽ വായിച്ചേ. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് നിങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തും മിന്തും പറഞ്ഞു നിൽക്കാറ്. ഞങ്ങളുടെ കോട്ടാലി തള്ള പറയ പോലെ ക്രിസ്ത്യാനികളോടായി പറയുന്നത്, ബന്ധുക്കോസുകാരോടാ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ അന്തും മിന്തും പറയാതെ അവൻ ആക്ഷേപങ്ങളും അപമാനങ്ങളും പറയാനുള്ള സമയമല്ലെന്ന്. കേസിനും കോടതിക്കും വഴക്കും തർക്കത്തിനും അതിനുള്ള സമയമല്ലിത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നോക്കി നിൽക്കാറെന്ന്. അവരുടെ കുറ്റം, ഇവരുടെ കുറ്റം, ചേട്ടത്തിയുടെ കുറ്റം, അനിയത്തിയുടെ കുറ്റം, അമ്മായിമ്മയുടെ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നീ ആമൻ സ്വന്തം മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളു. പണ്ടൊരാൾ പറഞ്ഞു, നടുക്കടലിൽ കപ്പൽ മുങ്ങിത്താന്നപ്പോ അതിനകത്ത് 2 പേര് തലയണയ്ക്ക് അടിയുണ്ടാക്കുന്നെന്ന്. ആഴക്കടലിൽ കപ്പൽ താന്നുകൊണ്ടിരിക്കുക. അന്നേരം അതിനകത്ത് 2 എണ്ണം തലയണയ്ക്ക്. ഒരുത്തൻ പറഞ്ഞു, എന്റെ തലയണ ഇന്നലെ രാത്രി ഞാൻ വെച്ചു. അവൻ പറഞ്ഞു, ജീവൻ പോയാൽ തരിക. ഇവിടെ മൊത്തം പോകാനിരിക്കുക. കപ്പൽ മുങ്ങിത്താഴുക. ലോകമായ കപ്പലിത മുങ്ങുവാൻ തുടങ്ങുന്നേ. ലോകമായ കപ്പലിത മുങ്ങുവാൻ തുടങ്ങുന്നേ. ഓ സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ഉറങ്ങിടുന്ന യോനായെ പോലുള്ളവരെ, കപ്പലിൽ ഉറങ്ങിടുന്ന യോനായെ പോലുള്ളവരെ, എത്ര നാൾ ഉറങ്ങിടും കർത്താവിൽ പോൽ വന്നിടും. ഓ എത്ര നാൾ നിങ്ങൾക്കും പ്രവേശിക്കാം. ദൈവത്തെ സ്തുതിക്ക്. യാക്കോബ് അതുകൊണ്ട് പറയുക, എന്റെ പിള്ളേരെ, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കാൻ അതിനുള്ള സമയമല്ലെന്ന്.
അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയും ചെളിവാരി എറിഞ്ഞും ഫേസ്ബുക്കിലും കുന്തത്തിനകത്തല്ല എന്താ പേര് എന്തുവാ, വാട്സപ്പ്, നിന്റെ കോടാലി. എടാ ഫേസ്ബുക്കിനക സെന്ററിൽ തന്നെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഈ സെപ്പറേറ്റ് കാണുന്ന എഴുത്തുണ്ട്, വേറെ ആരെയും കാണിക്കത്തുമില്ല. അതിനെ എനിക്കറിയാം, പറയാനൊന്നും അറിയാൻ മേല. അവൻ തന്നെ കണ്ടു. എടേ വിവരദോഷി, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോവുക. സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തക്കാരും താളടിയാകാൻ പോകുകയാ. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ഇതിന്റെ നടുവിൽ നീ രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗം യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. ധരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ. ധരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി. ദൈവക്രോധത്തിൽ നീയും വെന്തരിച്ചു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ. ദൈവക്രോധത്തിൽ നീ വെന്തരിച്ചു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ. മോനെ, ഇതിന്റെ എല്ലാം ഓളിയം താത്ത് വെക്കണം. ഞാൻ പാടുന്ന പാട്ട് സുഖമല്ല, ശ്രുതി ഒന്നും ഒക്കുന്നില്ല. പക്ഷേ പറയുന്ന വരിയും പദവും എന്നാന്ന് നാട്ടുകാർ കേൾക്കണം. അല്ലെ നാട്ടുകാർ പറയാം അയാൾ എന്നാ കിടന്ന് അമറിയേച്ച് പോയെന്ന് ചോദിക്കും. അപ്പം ഇതിൻ്റെ എല്ലാം ശബ്ദം താഴെ നിൽക്കണം. പിന്നെ ഞാൻ ഇവർക്ക് അവസരം കൊടുക്കുമ്പം അന്നേരം കൂട്ടിക്കോണം. മോന് വർക്കുണ്ട്. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. ധരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ. ധരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ. ദൈവക്രോധത്തിൽ നീയും വെന്തരിച്ചു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ. ദൈവക്രോധത്തിൽ നീയും വെന്തരിച്ചു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ. ഇന്നുമുതൽ ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ, ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ. പാപമങ്ങനെ ചെയ്തവർ പരമാവധിയോട് നശിച്ചിടും, പരമാവധിയോട് നശിച്ചിടും. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായിട്ട് ഏറ്റെടുക്കണം. അപ്പം മരിക്കാതിരിക്കാൻ, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. അപ്പനാകുന്ന യാക്കോബ് തന്റെ പിള്ളേരോട് പറയാ, തമ്മി തമ്മി നോക്കി നിൽക്കാതെ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊണ്ട്. മിസ്രയീമിൽ ധാന്യമുണ്ട്. എന്തുവാ ഈ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരാത്മീക അർത്ഥം. മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം, അതിൻ്റെ ആത്മീക അർത്ഥം വായിച്ച് മോനസിപ്പാസ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. വെളിപ്പാട് 11:8. താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ മേളിൽ വശത്ത്, ഇങ്ങോട്ട് മറിച്ചു മേളിൽ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോലോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ, മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മീകമായി മിസ്രയീമെന്നും സോലോമെന്നും പേരുള്ള മഹാനഗരം. അപ്പൊ ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരം. ആ നഗരത്തിന്റെ പ്രത്യേകത അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലത്തിന് ആത്മീകമായി മിസ്രയീമെന്നും സോലോമെന്നും കൊടുത്തിരിക്കുക. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു ചിന്ത അങ്ങ് തെറ്റൊന്നുമില്ല. ആമേൻ, സ്തോത്രം. മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളാൻ പറഞ്ഞതിന്റെ അർത്ഥഭേദ ജീവിച്ചിരിക്കാൻ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് നീ യേശുവിനെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ജീവിച്ചിരിക്കണമെങ്കിൽ, നീ മരിക്കാതെ ജീവിച്ചിരിക്കണമെങ്കിൽ, നീ അവൻ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ, അവൻ പ്രൈസ് ദി ലോർഡ്. അത്യാവശ്യമുള്ളൊരു പോണേ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് പോകാതെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവർ ചിലപ്പോൾ വണ്ടിയെ പോകേണ്ടവരായിരിക്കും. നിങ്ങൾ പോയാട്ടെ, ദൈവത്തിന് മഹത്വം. കാരണം ദൂരെയൊക്കെ പോകേണ്ടവരാ. അത്യാവശ്യമുള്ളൊരു പോണേ
അപ്പൊ ശ്രദ്ധിക്കുക, ആത്മീകമായി മിസ്രയീം എന്നും സോദോം എന്നും പേരുള്ള സ്ഥലം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടമാണ് എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായിട്ട് ഏറ്റെടുക്കണം. ഇന്ന് രാത്രി മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറേയനാകുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി നീ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട. എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിൽ വരണം, എന്നെ രക്ഷിക്കണം, എന്നെ വിടുവിക്കണം. പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. ജീവിച്ചിരിക്കാൻ ഒന്ന്, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റെടുക്കണം. സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ഓടിച്ച് പറയാം. 2, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. വായിച്ച അറിവുള്ള വാക്യമാ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ, ഞാൻ മുമ്പേ പറഞ്ഞ് ഈ അച്ചാൻ്റെ കൂടെ പോകേണ്ടവരും പോവും. നിങ്ങൾ ഈ ഇടയ്ക്ക് കയറി വന്ന ആൾക്കാരെ വിളിക്കുമ്പോൾ ആൾക്കാർ അശ്രദ്ധയോടിരിക്കും. അത് അത്യാവശ്യമുള്ളൊരു പൊക്കോ ഇച്ചിരി സമയം കൊണ്ട് എടുക്കും. അച്ചാൻ്റെ കൂടെ ആരാന്ന് വന്നത്? അയ്യോടി അമ്മാമ്മ ഇന്ന് ആലോചിക്കാതെ എല്ലാം അമ്മാമ്മ അച്ഛൻ അവിടെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം വായിച്ച പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യും. പുരോഹിതന്മാർക്കുള്ള ഉപദേശങ്ങളും പ്രമാണങ്ങളും കൊടുത്തു വരുന്ന കൂട്ടത്തിൽ പറയുക, പുരോഹിതൻ ശുശ്രൂഷയ്ക്കായിട്ട് അങ്ങോട്ട് ചെല്ലുമല്ലോ, ആ യാഗം കഴിക്കാൻ ചെല്ലുമല്ലോ. ഒന്നുകൂടെ വായിച്ചോ 20-ാം വാക്യം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കിടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം യാഗപീഠത്തിൽ ശുശ്രൂഷിക്കാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ, മരിക്കാതിരിക്കേണ്ടതിന്, ജീവിച്ചിരിക്കാൻ വെള്ളം കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞാൽ നീ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, എന്റെ ഭാഷയിൽ വെള്ളത്തിലൊരു പരിപാടിയുണ്ട്, അത് വേണം. സ്തോത്രം. ഒന്ന്, യേശുവിനെ ഏറ്റെടുക്കണം. ക്രൂശിന്റെ ചുവട്ട് വന്ന് ക്രിസ്തുവിനെ രക്ഷകനാക്കണം, ഏറ്റെടുക്കണം. കാശ് മുടക്കൊന്നുമില്ല, ഒരു ഭൗതിക സാധനം കൊടുക്കണ്ട. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ ഉള്ളത്തിൽ വരണം, പാപം ക്ഷമിക്കണം, യേശു നിന്നെ രക്ഷിക്കും. 2, നീ മരിക്കാതെ ജീവിച്ചിരിക്കാൻ വെള്ളം കൊണ്ട് കഴുകണം. അത് അത്യാവശ്യമാണ്. വെള്ളത്തിലൊരു പരിപാടിയുണ്ട്, വെള്ളത്താലല്ല. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ വെള്ളം കണ്ടുകൊണ്ടിരിക്കുക. റോഡിൽ കൂടെ വണ്ടി പോലും ഓടിച്ചു പോകാൻ ഒക്കാത്തൊരു സാഹചര്യമാണ് പലയിടങ്ങളിലും. അപ്പോൾ മരിക്കാതെ ജീവിച്ചിരിക്കാൻ 2, വെള്ളം കൊണ്ട് കഴുകണം. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് നിർത്താം. ആമേൻ. നീ ജീവിച്ചിരിക്കണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അത്യാവശ്യമാണ് ജീവിച്ചിരിക്കാൻ. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം, യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിപ്പാനാ, യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അല്പജനം 8 പേര് അത് വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു, സ്നാനത്തിന് മുൻകുറിയാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നെന്നാ. ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച മാർഗമല്ല, ദൈവം മുന്നമേ നിർണയിച്ചു വെച്ച വിഷയമാണ്. നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. തളിക്കാൻ വേദപുസ്തകത്തിൽ വാക്യമില്ല, കൊടയാൻ വേദപുസ്തകത്തിൽ വാക്യമില്ല, ഇങ്ങനെ വെക്കാനൊന്നും വേദപുസ്തകത്തിൽ വാക്യമില്ല, കൊച്ചുങ്ങളെ പിടിച്ച് മുക്കാനും വേദപുസ്തകത്തിൽ വാക്യമില്ല. വേദപുസ്തകത്തിലെ വാക്യം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ സ്നാനപ്പെടാൻ നേരത്ത് വലിയ പ്രശ്നമായിരുന്നു, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഒടുവിൽ ഞങ്ങൾ 10-14 പേര് പാട്ട് പാടിയാണ് സ്നാനക്കടവിലോട്ട് പോയത്. കൺവെൻഷൻ്റെ സമയമാണ്. എൻ്റെ കൂടാതെ ഒരു 13 പേരൂടെ ഉണ്ട്. അന്നത്തെ സ്നാനം എന്നൊക്കെ പറഞ്ഞാൽ പാട്ടുമൊക്കെ പാടി തമ്പേറുമൊക്കെ അടിച്ചാൽ ഇന്നെല്ലാവരും പാത്ത് പോയി അങ്ങ് മുങ്ങുക. മുക്കണ്ട മുള്ളി കറുത്ത ഗ്ലാസ് ഇട്ട കാറേ വരും, മുങ്ങണ്ട പുള്ളി അപ്പുറം ഇരിക്കും. ഇങ്ങനെ പുള്ളി ഇങ്ങോട്ടിരിക്കുമ്പോൾ ഇവൻ ചിന്തിക്കും, ഇയാളാണല്ലോ എന്നെ മുക്കുന്നത്. പുള്ളി അവൻ ഇങ്ങോട്ടിരിക്കുമ്പോൾ അവനാണ്, ഇവനാണല്ലോ മുങ്ങണ്ടത്. ഇങ്ങനെയൊക്കെ നോക്കിയായി പോകുന്നത്. എവിടെയെങ്കിലും ചെന്ന് മുക്കും, അതോടൊപ്പം മുങ്ങും. പിന്നെ അവനെ നമ്മൾ മഷി ഇട്ട് നോക്കിയാൽ പോലും കാണുന്നില്ല. അങ്ങനെ ഇപ്പോഴത്തെ മുക്ക് മിക്കതും. എന്നാൽ അന്ന് പണ്ട് കാലത്തൊക്കെ പഴയ ആൾക്കാർ അനുഭവസ്ഥരോട് ചോദിച്ച് പാട്ടുമൊക്കെ പാടിയാ. കാരണം അടക്കാൻ കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല, എല്ലാവരും അറിയണമല്ലോ, രഹസ്യത്തിലല്ലല്ലോ അടക്കുന്നത്.
ഞാനന്ന് എന്നും എനിക്ക് അടക്കമുണ്ട്. പിന്നെ അറിഞ്ഞാൽ ഞാൻ അന്നേരം പോവും. പോണം, രഹസ്യത്തിലൊന്നുമില്ല. ഞങ്ങളുടെ വേച്ചാൻ മരിച്ചു, ഞങ്ങൾ രാത്രി ആരും അറിയാതെ അടക്കി. കേസാ. അടക്കണം, അത് അറിയണം. ഇതുപോലെ സ്നാനം എല്ലാവരും അറിയണം. അമ്മാമ്മ സ്നാനപ്പെട്ട ഞാൻ 82 മുങ്ങിയത് ആരോടും പറഞ്ഞില്ല. അച്ചായൻ സ്നാനപ്പെട്ടതാണോ? പിന്നെ KP അമ്മണ്ട് ആലപ്പുഴ തോന്നിപ്പോൾ ഞാൻ തിരുവല്ലായി പോയി മുങ്ങിയതാ. എന്നിട്ടോ പിന്നെ അന്ന് മുങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ യോഗം വരുമ്പോൾ പുറകിലിരുന്ന് പൊങ്ങും. പിന്നെ ആശീർവാദത്തിന് മുമ്പേ ഞാൻ പിന്നെ അങ്ങനെയൊന്നും അല്ല സ്നാനം. എല്ലാവരും അറിയണം. അടക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞല്ലേ. അതെ, ഞാൻ സ്നാനത്തിന് പോയി. 2 ദൈവദാസന്മാരാണ് സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ കരയ്ക്ക് നിന്നപ്പോൾ അല്പം പ്രയാസമൊക്കെ ഉണ്ട്. വീട്ടിൽ പ്രശ്നം, ചിലർ എതിരായി. ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അല്പം പ്രശ്നമായി. എങ്കിലും 1-2 പേര് ധൈര്യപ്പെടുത്തി. ഞാൻ കരയ്ക്ക് നിന്നപ്പം ദൈവാത്മാവെന്നെ ശക്തീകരിച്ചു. ഒരു വാക്യം എൻ്റെ ഉള്ളത്തിൽ വന്നു. യേശു യോഹന്നാൻ്റെ കൈക്കിടി സ്നാനപ്പെടാൻ ചെന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. അപ്പോൾ യേശു യോഹന്നാനോട് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കും നമുക്ക്. ഈ വാക്യം എൻ്റെ ഉള്ളത്തിൽ, ഇപ്പോൾ സമ്മതിക്കാം. ധൈര്യപ്പെട്ടു. ഒരു പഴയ പാട്ടിൻ്റെ വരിയും എന്നെ ധൈര്യപ്പെടുത്തിയ സൈമൺ സാറിൻ്റെ പാട്ടാണ്. ചെല്ലു പറയാ, ഇപ്പം ചെല്ലു പറഞ്ഞ സൈമൺ സാറിൻ്റെ നീ കുത്തിയിരുന്ന ഇതുപോലൊരു വരി എഴുതുവോ? എഴുതത്തില്ല. നമ്മുടെ പാട്ടൊന്നും പറയാതിരിക്കുന്നതാ. സ്തോത്രം ആട്ടെ. അപ്പം സാറ് നല്ല കൃത്യത്തിന് എഴുതിയേക്കുന്നത്. അപ്പോൾ സാറ് ഒരു വരി എഴുതി, അതെന്നെ ധൈര്യപ്പെടുത്തി. യേശു യോഹന്നാനെ തടഞ്ഞു. അപ്പോൾ യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു, ഈ കാര്യങ്ങൾ സാറ് എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കും നമുക്ക് ഉചിതം. ഉടനെ യേശു പറയാ, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്കു, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്കു സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ. പൊള്ളിച്ചു മുൻകടിഞ്ഞ കൊല്ലങ്ങൾ ആകയവൻ, പൊള്ളിച്ചു മുൻകടിഞ്ഞ കൊല്ലങ്ങൾ. അപ്പൊ ശ്രദ്ധിച്ചേ, ആ പഴയ മനുഷ്യനെ അടക്കിയെന്ന് ഒരു പുതിയ ഉയർപ്പോടെ. അതാ സ്നാനം. അത് വിവരിക്കുന്നില്ല. ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട 2ാമത്തെ കാര്യം വെള്ളത്തിൽ മുങ്ങണം, സ്നാനപ്പെടണം. സ്നാനപ്പെട്ടേ ഒക്കൂ. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങണം. അല്ലാതെ യേശുനാമത്തിൽ മുങ്ങി വെച്ച് നടക്കരുത്. അതാ പ്രമാണം. അതാ. നിങ്ങൾക്കത് താല്പര്യമില്ലേ? ഞാനത് പറയുമ്പോൾ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? നിങ്ങൾ മസിൽ പിടിച്ചിരിക്കുന്നു. സമയം പോയി, ഞാൻ ഇച്ചിരി അടുത്ത് വെച്ച് നിർത്തുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഇരുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. 2, നീ ജീവിച്ചിരിക്കുവാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് ചെയ്തേ ഒക്കൂ, അത് അനുഷ്ഠിച്ചേ ഒക്കൂ. യേശു മാതൃക കാണിച്ചേച്ചാ പോയത്, തർക്കം ഉണ്ടാകാതിരിക്കാൻ. എങ്ങനെ ഒത്തിരി നേരം മുക്കിക്കൊണ്ടിരിക്കണോ, അതോ മുക്കിയേച്ച് കുടയണോ, കുടച്ചേച്ച് ഉലുത്തണോ, അതൊന്നുമല്ല. യേശു മാതൃക കാണിച്ചേച്ചാ പോയത്. അങ്ങനെ അങ്ങ് മുങ്ങി. 2 പേരും വെള്ളത്തിലിറങ്ങി, വെള്ളത്തിൽ നിന്ന് കയറി. അങ്ങനെയൊക്കെയാ പുസ്തകത്തിലെ വാക്യം. അല്ലാതെ പാത്രത്തിൽ ഇച്ചിരി വെള്ളമായിട്ട് ആ കുഞ്ഞു മുങ്ങിപ്പോക്കോ, അങ്ങനെയൊന്നും അല്ല. ഇതാ ശരിയായ സ്നാനം. അത് സ്നാനപ്പെട്ടേ ഒക്കുള്ളൂ. ഇനി ഓടിച്ചു പറയാം. 3, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? പുറപ്പാട് പുസ്തകം തന്നെ 28-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിച്ചേ. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? 28-35. ആ കണ്ണിക തീരുന്ന മുറിക്ക് ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കിടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും
പുറത്തിറങ്ങുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾപ്പിക്കണം. ശ്രദ്ധിച്ചേ, അപ്പോൾ മരിക്കാതെ ജീവിച്ചിരിക്കാൻ ഇതിന്റെ ശബ്ദം കേൾപ്പിക്കണം. ശബ്ദം കേൾക്കണം. എന്തോ ശബ്ദമാ? ആ 31 മുതൽ പഠിക്കുമ്പോൾ ഏഫോദിന്റെ വിഷയമാ പറഞ്ഞിരിക്കുന്നത്. 31 വായിച്ച ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ ഏഫോദിന്റെ അങ്കി മുഴുവൻ നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. അത് പുരോഗത വസ്ത്രത്തെ പറ്റിയൊക്കെ ലേവ്യ പുസ്തകവും ആരാധന യാഗങ്ങൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. നീളക്കുപ്പായി, നിലയങ്കി, നടുക്കട്ടെ, മാർപ്പതൊക്കെ ഏപോലെ ഉള്ളങ്കി, മേലങ്കി, തലയക്കെട്ട്, അല്ലെങ്കിൽ ഇതിലൊക്കെ വെച്ച മഹാപുരോഗത്തിന്റെ പ്രത്യേക വർണ്ണന വിവരിക്കുന്നത്. അതിലൊരു വിശേഷപ്പെട്ട വസ്ത്രമാണ് ഏഫോദ്. അതിന്റെ മുകളിൽ നീലനൂല് കൊണ്ട് വേണം ഇത് ഉണ്ടാക്കാൻ. പിന്നെ അതൊരു ചെറിയ ദ്വാരമിടണം തല കടത്താൻ. അങ്ങനല്ലേ മുനിസിപ്പാലിറ്റി? വായിച്ചേ. അതിന്റെ നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം. അല്ല, തലയില്ലാതെ പോകരുത്. തല കടത്താൻ ഒരു ദ്വാരം വേണം. വ്യാഖ്യാനിക്കാൻ നേരമില്ലാഞ്ഞിട്ട് അടുത്തത് വായിച്ചേ. ദ്വാരത്തിന് നെയ്ത്തുപണിയായി ഒരു നാട ചുറ്റിലും വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായിട്ടൊരു നാട അതിന്റെ ചുറ്റിലും വേണം. പിന്നെ അത് കീറിപ്പോകാതിരിക്കാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിന് ഉണ്ടായിരിക്കണം. പിന്നെ നീലനൂൽ, ധൂമ്രനൂൽ, നീലനൂല്, ധൂമ്രനൂല്, പിരിച്ച ചുവപ്പ് നൂല്, നീലനൂല്, ധൂമ്രനൂല്, ചുമപ്പ് നൂല്, 3 നൂല്. നൂല് കൊണ്ട് എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴം. ഈ നൂല് കൊണ്ട് മാതളപ്പഴം ഉണ്ടാക്കണം. പിന്നെ പൊന്മണി വേണം. അടുത്തത് അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് ചുറ്റും പൊന്നുകൊണ്ട് മണികളും പൊന്മണി ഉണ്ടായിരിക്കണം. പൊന്നു കൊണ്ടുള്ള മണി. പിന്നെ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും അങ്കിയുടെ വിളിമ്പിലെ ചുറ്റും അങ്കിയുടെ വിളിമ്പിന്റെ ചുറ്റ് ഒരു പൊന്മണി, ഇപ്പോൾ ഒരു മാതളപ്പഴം. ഒരു പൊന്മണി, ഒരു മാതളപ്പഴം. അപ്പൊ ഇങ്ങനെ അതിന്റെ ക്രമം. ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, പിന്നൊരു മാതളപ്പഴം, ഒരു പൊന്മണി, പിന്നൊരു പൊന്മണി, ഒരു മാതളപ്പഴം. ഇതിന്റെ വിളിമ്പ് ഇങ്ങനെ ചുറ്റും. ഇത് ഇട്ടോണ്ട് വേണം കയറാൻ. അങ്ങനല്ലയോ? അതെ. ഇതൊക്കെ നിന്ന് പറയേണ്ട ഭാഗമാ, വിസ്തരിക്കുന്നില്ല. ഇത് ധരിച്ചോണ്ട് വേണം അഹരോൻ അങ്ങോട്ട് അകത്തോട്ട് കയറാൻ. ആണ്ടിലൊരിക്കൽ കയറുകയല്ലേ? അങ്ങനെ കയറുമ്പോൾ ഇത് അകത്തോട്ട് കയറുമ്പോൾ ഈ ചരിത്രമൊക്കെ പറയുന്നത് പണ്ട് കേട്ടിട്ടുണ്ട്. അഹരോന്റെ ശരീരത്തിൽ ഒരു കെട്ട്, അത് ചങ്ങലയായിരുന്നെന്നാ. അതങ്ങ് പ്രാകാരത്തിൽ കൊടുക്കുന്ന ചങ്ങലയൊന്നുമല്ല. ചങ്ങലക്കിടക്കേണ്ട ഗതികേടൊന്നും വന്നില്ല. പിന്നെ ചരടായിരുന്നെന്നാ, കയറായിരുന്നെന്നൊക്കെ. എന്തുവാകട്ടെ, ഒരു ചരട് ഈ ബന്ധിക്കും, അതിൻ്റെ അറ്റം അങ്ങ് പ്രാകാരത്തിൽ കാണും. എന്തിനാന്ന് ചോദിച്ചാൽ ഈ കയറിപ്പോകുന്ന പുള്ളി ക്രമക്കേടാ കാണിച്ചെങ്കിൽ വീണ് മരിക്കും. അവിടെ ചെന്ന് വീണ് മരിച്ചാൽ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ ജോയിന്റ് സെക്രട്ടറിക്കോ പിന്നെ അസോസിയേറ്റിനോ കമ്മിറ്റിക്കോ കൗൺസിലിനോ ചാടി കയറാൻ ഒക്കുകയല്ല. ക്രമക്കേടാണ്, അതുങ്ങളും അവിടെ വീടും. പിന്നെ കൂട്ട ശവസംസ്കാരം നടക്കേണ്ടി വരും. കയറി തൊടാനും ഒക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് ഈ ചരട് കെട്ടിയിട്ടിരിക്കുക. അഥവാ പുള്ളി വീണ് മരിച്ചാൽ അകത്തോട്ട് കയറാന് ചരടെ പിടിച്ച് വലിച്ച് എടുക്കണം. ഇതാണ് അതിന്റെ ക്രമം. അപ്പോൾ ആണ്ടിലൊരിക്കലും അകത്തോട്ട് കയറുമ്പോൾ ഈ ഏഫോദും ധരിച്ചു വേണം അകത്തോട്ട് കയറാൻ. അപ്പൊ അകത്തോട്ട് കയറുമ്പം ഈ ചത്തോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇന്നത്തെ പോലെ മൈക്കിന്റെ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അകത്തോട്ട് കയറി നിൽക്കുമ്പം ഈ ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കണം. അവിടെ നിൽക്കുന്ന പുരോഹിതൻ, താവേ നീ പരിശുദ്ധൻ, ഹോവേ നീ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇങ്ങനെ മഹത്വപ്പെടുത്തി ചലിച്ച് അവൻ ദൈവത്തെ സ്തുതിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഈ മാതളപ്പഴവും മണിയും ചുറ്റും കിടക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടും. മാതളപ്പഴം ചെന്ന് ഇപ്പറ കിടക്കുന്ന പൊന്മണിക്കിട്ടൊരടി. അപ്പൊ ഈ പൊന്മണി എന്ന അപ്പറ കിടക്കുന്ന മാതളപ്പഴത്തിട്ട് ഒരടി ക്ലിങ് ക്ലിങ് എന്ന് കേൾക്കും. അപ്പൊ ക്ലിങ് ക്ലിങ് ക്ലിങ്. അപ്പം വെളിയിൽ നിൽക്കുന്ന കമ്മിറ്റി പറയും ചത്തിട്ടില്ല, അനക്കം ഉണ്ടെന്ന് പറയും. ചത്താൽ അന്നേരം വലിച്ചെടുക്കും. അതിനാ കയറിൻ്റെ അറ്റത്ത് പിടിച്ച് നിൽക്കുന്നേ, വലിച്ചെടുക്കും. അപ്പൊ ഈ പുള്ളി അകത്ത് കയറുമ്പോൾ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ച് നിൽക്കണം. ദൈവത്തെ സ്തുതിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കും. ശബ്ദം കേൾക്കുമ്പം വെളിയിൽ നിൽക്കുന്ന പുള്ളി പറയും ചത്തിട്ടില്ല ബേബി, വലിക്കരുത്, ആള് ജീവനോടെന്ന് പറയും. ഇന്നിപ്പം മിക്കതും വലിച്ചെടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. സ്തോത്രം. അപ്പൊ അന്ന് അങ്ങനല്ല. ഈ ശബ്ദം ഇങ്ങനെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ പൊന്മണിയും മാതളപ്പഴവും അത് ആത്മീക ഫലങ്ങളും വരങ്ങളുമാണ്. ഹല്ലേലൂയ. ഇതിന്റെ ശബ്ദം കേൾപ്പിക്കണം.
ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും ഇതിന്റെ ഫലം കേട്ടും കണ്ടും കൊണ്ടിരിക്കണം. എന്തുവാ ഇതിന്റെ ശബ്ദം? ഈ ശബ്ദം എന്താന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26. ഇപ്പോൾ ധൈര്യത്തോടെ അടുത്ത് ചെന്നിരിക്കുക, കൃപാസനത്തിന്റെ അടുക്കൽ ധൈര്യത്തോടെ അടുത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ കേൾക്കുന്ന ശബ്ദം എന്നാ? 14:26 വായിച്ചാട്ട്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, അതിന്റെ ശബ്ദം കേൾക്കണം, അതിന്റെ ശബ്ദം കേൾക്കണം. സങ്കീർത്തനം, പിന്നെ ഉപദേശമുണ്ട്, ഉപദേശത്തിന്റെ ശബ്ദം കേൾക്കണം, പിന്നെ വെളിപ്പാടുണ്ട്, വെളിപ്പാടിന്റെ ശബ്ദം കേൾക്കണം, പിന്നെ അന്യഭാഷയുണ്ട്, അന്യഭാഷയുടെ ശബ്ദം കേൾക്കണം. മതി 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 എന്ന് പറഞ്ഞാൽ നീ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ടത് ഒന്ന്, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, നീ ജീവിച്ചിരിക്കാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, നീ ജീവിച്ചിരിക്കാൻ എന്റെ ഭാഷ പറയാ മറുഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ പറയുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോടാ. നിന്നെന്നൊക്കെ ചില സഹോദരന്മാര് പറയുന്നു. തർക്കിക്കാൻ ഞാൻ ആളല്ല. എന്റെ പൊന്നു ബ്രദറെ, ഇത് നിന്നിട്ടില്ല, ഇതിപ്പൊ നിക്കത്തുമില്ല. ഇത് അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു വല്യപ്പൻ എന്നോട് ചോദിച്ചു, അന്യഭാഷ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ അച്ചായന് വിവരം ഉണ്ടെന്നാ മനസ്സിലായത്. ഇപ്പം മനസ്സിലായി വിവരമില്ലെന്ന്. അതിനാ പേര് തന്നെ അന്യഭാഷ എന്നാ, പിന്നെ എങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നേ? നമ്മളത് തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. അന്യഭാഷയല്ലേ? ദൈവത്തോട് സംസാരിക്കുക, ആത്മാവിൽ മർമ്മങ്ങളായി പറയുന്നേ, തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. ഇന്ന് രാത്രി ഞാൻ വിവരിക്കുന്നില്ല. നീ ജീവിച്ചിരിക്കണമെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ച് മറുഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ ആരാധിക്കണം, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം. അന്യഭാഷ മനുഷ്യന്റെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രിയും ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുക. ഒരു നദികത്തിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവം അതിന്റെ മധ്യമുണ്ട്. അത് കുലുങ്ങിപ്പോകത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ദൈവമേ, ഈ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ പകരണം. ആത്മ സ്നാനത്താൽ എന്നെ നിറയ്ക്കണം. ആത്മ നിറവിൽ ആരാധിക്കുവാൻ കൃപ നൽകണം. നീ ജീവിച്ചിരിക്കുവാൻ ഇതിന്റെ ശബ്ദം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അന്യഭാഷ നിന്നിട്ടില്ലെന്നേ. സ്തോത്രം. പിന്നെ ചിലർക്ക് ഒരാൾ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. ഒന്നുകൂടെ വാക്യം വായിച്ചേ. ആകയാൽ എന്ത് സഹോദരന്മാരെ. അപ്പം അത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല. ബ്രദർ, അന്യഭാഷ നിന്നിട്ടില്ല. ഇംഗ്ലീഷ് ഇരിക്കട്ടെ. സഹോദരന്മാരെ എന്നല്ലേ? അതെ, സഹോദരന്മാരെ. ഇംഗ്ലീഷ് എങ്ങനെ? ബ്രദേഴ്സ് എന്നാണോ? കാണിച്ച ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ കൺവേർഷൻ തീരുകയല്ലേ. ബ്രദേഴ്സ്, അന്യഭാഷ നിന്നിട്ടില്ല. ബ്രദർ, വെളിപ്പാട് നിന്നിട്ടില്ല. ഇംഗ്ലീഷിലെങ്കിലും മനസ്സിലാക്ക്. സ്തോത്രം. ഇതാരുടെയും കുത്തകയല്ല. ഇതാവൻ സ്തോത്രം കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. തർക്കിക്കാനൊന്നും ആളില്ല. തർക്കം നമുക്കും ഇല്ല, ദൈവസഭയ്ക്കും ഇല്ല. നീ പ്രാർത്ഥിക്കും. ഇതാരുടെയും കുടുംബ സ്വത്തല്ല. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ പറയാം. ശക്തമായ പോരാട്ടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട്. ആമേൻ. പറയാൻ പറ്റാത്ത വിഷയങ്ങൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ ആരുമില്ലാത്ത സമയത്ത് നീ മുഴങ്കാലിന്മേൽ അങ്ങോട്ട് ഇരുന്ന് ആത്മനിറവിൽ അങ്ങോട്ട് ബലപ്പെട്ട് അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ആരാധിച്ച് നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. പർവ്വത സമമായി വരുന്ന പ്രശ്നങ്ങളെ മഞ്ഞ് പോലെ ഉരുക്കി മാറ്റുവാൻ കഴിവുള്ള വ്യാപാരമാണ് ദൈവാത്മാവിന്റെ വ്യാപാരം. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കങ്ങ് നിർത്തുക. എന്നോട് അല്പസമയം കൂടെ എടുത്തോളാൻ പറഞ്ഞത് കൊണ്ടാണ് എടുത്തത്. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളം കൊണ്ട് കഴുകണം, അർത്ഥാൽ സ്നാനപ്പെടണം. 3, ഇതിന്റെ ശബ്ദം കേൾപ്പിക്കണം. സുബിൻ എന്നാ പറഞ്ഞേ? ഏതാണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക. 3,
ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? വരങ്ങളാലും ഫലങ്ങളാലും നിറയണം. ആമേൻ. നീ ആത്മനിറവിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. 4, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? വായിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യം വായിച്ചാട്ടെ. വായിച്ചങ്ങ് നിർത്താം. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കേണ്ടതിന്. തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇത് അധികം വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ആദ്യ മാതാപിതാക്കളാകുന്ന ആദമനെ ഹവ്വയും തോട്ടത്തിലാക്കി കൽപ്പനകളും ചട്ടങ്ങളും ദൈവം കൊടുത്തു. അവൻ തോട്ടം കാക്കണം, വേല ചെയ്യണം. അവൻ സ്തോത്രം എന്ന് പറഞ്ഞ് കൽപ്പന കാക്കാതെ തോട്ടം കാക്കാതെ വന്നത് കൊണ്ട് തോട്ടത്തിൽ പാമ്പ് കയറി ആദ്യ മാതാവാകുന്ന ഹവ്വയെ ചതിച്ചു വഞ്ചിച്ച് പാപത്തിലകപ്പെടുത്തി. അപ്പോൾ ഈ പാമ്പും ഈ സ്ത്രീയും കൂടെ സംഭാഷിക്കുക. ഞാൻ പറയാറുണ്ട്, അമ്മാമ്മയും പാമ്പും രണ്ടുപേരോട് സംഭാഷിക്കുക. അപ്പൊ പാമ്പ് വന്ന് ചോദിച്ചു, കൊച്ചമ്മേ എല്ലാം കഴിക്കാൻ കുടിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എങ്ങനെയുണ്ട്? പറഞ്ഞു, സന്തോഷമായിട്ട് പോകുന്നു കൃപയാല്. അപ്പം പാമ്പ് ചോദിച്ചു, പുള്ളി വരാറുണ്ടോ എന്ന് ചോദിച്ചു. ആരാ? ദൈവം. രണ്ടുപേരെയും തോട്ടത്തിലാക്കി വെച്ച് പുള്ളി മുങ്ങിയോ എന്നാ ചോദിച്ചതിൻ്റെ അർത്ഥം. പുള്ളി വരാറുണ്ട്. അമ്മാമ്മ പറഞ്ഞ് എന്നും വൈകുന്നേരത്ത് വരുവടാ. ഓ, വരുന്നുണ്ടല്ലയോ? പിന്നെ കഴിക്കാൻ. അപ്പോൾ നല്ല പറഞ്ഞു, യോ കഴിക്കാനല്ലയോ ഈ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്? ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്പെറിയും പിന്നെ കേരവും ചെമ്പീരവും ഈന്തലും കരിമ്പുള്ളി പേര നാഗരംഗം ആകന്തം മാതുളങ്കം ആമറങ്ങൾ ആമറാതകം ചെത്തി അത്തി പിന്നെ കമ്രമാൻ താത്രി താലം ജാലം പീലു മുഴുവൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മാമയ്ക്ക് ഏതാ കൂടുതൽ ഇഷ്ടം? എനിക്ക് കൂടുതലും ആപ്പിളും അനാറും ഒക്കെയാണ് ഇഷ്ടം. അമ്മാമയ്ക്ക് ചിങ്ങമ്പഴം. ചിങ്ങനോട് എനിക്ക് കഫം ഉണ്ടാകൂടാ ഉണ്ട്. ചിങ്ങൻ എനിക്ക് വലിയ താല്പര്യമില്ല. ലോഹ്യമൊക്കെ പറഞ്ഞേ അണ്ണ ചോദിച്ചു, കുടിക്കാൻ എന്നാന്ന് ചോദിച്ചു. മറ്റവനാന്നോ അതോ? ഇല്ല, മറ്റവനൊന്നുമില്ല. കുടിക്കാനായിട്ട് കുടിക്കാനും കുളിക്കാനും ഒരു നദി 4 ശാഖയായിട്ട് ഒഴുകുക ഇഷ്ടം പോലെ. ഇതെല്ലാം പറഞ്ഞ് ഇവനെ ഒടുവിൽ ചതിച്ചു. ചാട്ടെ, ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ തള്ള കൈ നിന്നിട്ട് വർത്താനം പറഞ്ഞു, അയ്യോ, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും അരുത്, തൊടുകയും അരുത്. ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടെ ഒരു പദമുണ്ട്, മരിക്കാതിരിക്കാൻ, ജീവിച്ചിരിക്കാൻ. അത് ഞാൻ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചങ്ങ് നിർത്തുക. ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട 4ാമത്തെ കാര്യം വേർപാട് ആചരിക്കണം. അരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യരുത്. വേദപുസ്തകത്തിൽ അരുതുകളെന്ന് ധാരാളം സംഭവങ്ങളുണ്ട്. അരുത്, അതിരുകളുമുണ്ട്, അരുതുകളുമുണ്ട്. ചിലതിന് അതിരിട്ടിട്ടുണ്ട്, ഇത്രയ്ക്ക് വരാ, ഇതിനപ്പുറം അതിരിട്ടിരിക്കുക. അപ്പോൾ തന്നെ അരുതുകളുമുണ്ട്. ചെയ്യരുത്, തൊടരുത്, തിന്നരുത്, രുചിക്കരുത്, കാണരുത്, ഇങ്ങനെയൊക്കെ ഉള്ള അരുതുകളുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട 4ാമത്തെ കാര്യം വേർപാട് ആചരിക്കണം. ദൈവമക്കൾ കർക്കശമായി വേർപാട് ആചരിക്കണം. നാം വേർപെട്ട ദൈവമക്കളാ. കാൺമീൻ, നാം ദൈവമക്കളാ. പിതാവ് നമുക്ക് വലിയ സ്നേഹം തന്നിരിക്കുക. പാപത്തിന്റെ അധീനത നമ്മെ രക്ഷിച്ചു യേശുവിന്റെ കാൽവറിയിലെ രക്തത്താൽ. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ ദുഷ്ടലോകത്തിൽ പാപമുള്ള, അക്രമമുള്ള, അനീതിയുള്ള ഈ വല്ലാത്ത ലോകം, ഇസങ്ങളുള്ള ലോകമാ. നാസിസോ, പാസിസോ, എത്തിസോ, പാന്തിസോ, കമ്മ്യൂണിസോ, ലീഗലിസോ, മോഡേണിസമുള്ള ഈ വല്ലാത്ത ലോകത്തിൽ, വഞ്ചകന്മാരും മായാവികളുമുള്ള ഈ വല്ലാത്ത ലോകത്തിൽ, സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവര്, ദൂഷകന്മാര്, നന്ദികെട്ടവര് ഒക്കെയുള്ള ഈ വല്ലാത്ത ലോകത്തിൽ ഒരു ദൈവത്തിന്റെ പൈതൽ ജീവിച്ചിരിക്കാൻ വേർപാട് പാലിക്കണം. ഇന്ന് രാത്രി വേർപാട് പാലിക്കുന്നവർക്ക് ജീവിച്ചിരിക്കാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? 4 കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു. 1, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ ഉള്ളത്തിലേറ്റെടുക്കണം. 2, വെള്ളം കൊണ്ട് കഴുകൽ പ്രാപിക്കണം, സ്നാനം. 3, മാതളത്തിന്റെ മണിയുടെയും ആ ശബ്ദമുണ്ട്, ആ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. 4, കർക്കശമായ വേർപാട് പാലിക്കണം. അങ്ങനെ വേർപാട് പാലിച്ച് ജീവിച്ചാൽ നിനക്ക് എന്നേക്കും ജീവിക്കാം. അവൻ നിത്യമായി കർത്താവിനോട് കൂടെ വസിക്കാം. അവൻ വിഷയം വേറെ ആണെങ്കിലും പൗലോസോട് ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും.
യുഗായുഗം നമുക്ക് നമ്മുടെ കർത്താവിനോട് കൂടെ വാടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, ആമേ, സഹോദര, ഒന്ന് സമർപ്പിക്കുക. യേശുവേ, ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ഉള്ളത്ത് വരണം. യേശുവേ, ഞാൻ അങ്ങയെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെടുവാൻ ഇന്ന് രാത്രി ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മൺകൂടാരങ്ങളിൽ പകരണം. ഇന്ന് രാത്രി അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. യേശുവേ, ഈ ദുഃഖലോകത്തിൽ, പാപലോകത്തിൽ ആമേ, എനിക്ക് സ്വയശക്തി കൊണ്ട് ജീവിക്കാനൊക്കത്തില്ല. വേർപാട് പാലിച്ച് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപ എനിക്ക് തരണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ആര് സമർപ്പിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ എല്ലാവരുടെ ചേർന്ന് കൈയടിച്ച് പാടി നമുക്ക് ഇന്ന് രാത്രി പിരിയാം. നാളെ യോഗമില്ലല്ലോ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഓ മരണബന്ധനങ്ങളെ വിട്ടുപോരുവീ. മരണബന്ധനങ്ങളെ വിട്ടുപോരുവീ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. ആമേൻ. മഹത്വരാജനായി നിന്നിരക്കുന്നവൻ എഴുന്നള്ളീടട്ടെ. ആമേൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു കൈയടിച്ച് ചേർന്ന് മഹത്വരാജനായി നിന്നിരക്കുന്നവൻ എഴുന്നള്ളീടട്ടെ. ആമേൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീ. ആമേൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീ. ഓ പാപം പോക്കിടോ, രോഗം നീക്കിടോ. അവൻ പാപം പോക്കിടോ, രോഗം നീക്കിടോ. ശുദ്ധനാക്കി നിന്റെ സ്വന്തം പുത്രനാക്കിടോ. അവൻ ശുദ്ധനാക്കി നിന്റെ സ്വന്തം പുത്രനാക്കിടോ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുകേ. ആമേൻ. മഹത്വരാജനായി നിന്നിരക്കുന്നവൻ എഴുന്നള്ളീടട്ടെ. ആമേൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുകേ. ആമേൻ. മഹത്വരാജനായി നിന്നിരക്കുന്നവൻ എഴുന്നള്ളീടട്ടെ. ഓ ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. ആമേൻ. പാവമില്ലാത്തവൻ നിന്റെ പേർക്കായി മരം ക്രൂശിൽ ല്ലോ. ഓ ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. ആമേൻ. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മരം ക്രൂശിൽ മരിച്ചല്ലോ. ഓ വീണ്ടെടുക്കുവാൻ നിന്നിലയേകുവാൻ. ഓ വീണ്ടെടുക്കുവാൻ നിന്നിലയേകുവാൻ. ഓ ജീവരക്തവേഗനായി ചൊരിഞ്ഞുവല്ലോ. ജീവരക്തവേഗനായി ചൊരിഞ്ഞുവല്ലോ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. ആമേൻ. മഹത്വരാജനായി നിന്നിരക്കുന്നവൻ എഴുന്നള്ളീടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. നിന്നിരക്കുന്നവൻ എഴുന്നള്ളീടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. ഓ എഴുന്നള്ളീടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു. അല്പസമയം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. ഓ എഴുന്നള്ളീടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിരക്കുന്നവൻ എഴുന്നള്ളീടട്ടെ. നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിൽ ഇതുവരെ സഹകരിച്ചതിന് വളരെ നന്ദി. ഗായിക സംഘത്തിന് നന്ദി. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസന്മാർ പലരുണ്ട്. നമ്മുടെ പാസ്റ്റർ പേര് ജൂബി പാസ്റ്റർ. പാസ്റ്റർ പേര് പറഞ്ഞില്ലെങ്കിൽ നിന്നാലറിയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കാപ്പിക്കോയിപ്പള്ളി അവറാച്ചനാന്നിരിക്കുന്നു. അവറാച്ചാനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം ദീർഘായുസ്സ് തരട്ടെ. എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് പോകാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്. നാളെ ഇങ്ങനൊരു യോഗ ഇവിടെ ഇല്ലല്ലോ. 2 ശീല് ആ കരങ്ങൾ വീശി ഉയർത്തി ഒന്ന് പാടി നമുക്കങ്ങ് പിരിയാം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ ഉയർത്തി കരങ്ങൾ ഉയർത്തി പാർക്കും നമ്മളെല്ലാം. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം.
പാടാ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ.